ഹലോ എല്ലാവർക്കും ആയിട്ട് മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, Aadhaar metadata cannot be stored for more than 3 months. Second statement, state cannot enter into any contract with the private corporations for sharing of Aadhaar data. Third statement, Aadhaar is mandatory for obtaining insurance products. Next, Aadhaar is mandatory for getting benefits funded out of the Consolidated Fund of India. ഇപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എ 1 and 4 only, ഓപ്ഷൻ ബി 2 and 4 only, ഓപ്ഷൻ സി 3 only, ഓപ്ഷൻ ഡി 1, 2 and 3 only. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി? സോ ആധാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കി ആധാർ മെറ്റാഡേറ്റ കനോട്ട് ബി സ്റ്റോർഡ് ഫോർ മോർ ദാൻ 3 months. 3 months കൂടുതൽ എന്താണ് ആധാർ മെറ്റാഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള അവൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ച് ആധാർ എത്ര മന്താണ് പറഞ്ഞേക്കുന്നത്? 3 months അല്ല, പകരം 6 months ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ആധാർ 6 months ആണ് പറഞ്ഞത്. ആധാർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം എന്താണ് ആധാർ എന്ന് പറഞ്ഞത് 12 digit ആയിട്ടുള്ള ഒരു യുണീക്ക് നമ്പറാണ്. 12 digit ആയിട്ടുള്ള യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ആരാണ് പുറത്ത് കൊണ്ടുവരുന്നത്, അതായത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? അതായത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, UIDAI. സോ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് എന്ത് ആധാർ ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് 12 digit ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. സോ അത് എത്ര മന്ത്സ് ആണ് പറയുന്നത്? 3 months അല്ല, പകരം 6 months ആണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കപ്പോൾ എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് 2 and 4 ഉണ്ട്, അതുപോലെ 3 only ഉണ്ട്. നെക്സ്റ്റ് നോക്കി, സ്റ്റേറ്റ് കനോട്ട് എൻ്റർ ഇൻ ടു എനി കോൺട്രാക്ട് വിത്ത് പ്രൈവറ്റ് കോർപ്പറേഷൻസ് ഫോർ ഷെയറിംഗ് ഓഫ് ആധാർ ഡേറ്റ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആധാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഐഡൻറ്റിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് എന്ത് ചെയ്യുക? പ്രൈവറ്റ് കോർപ്പറേഷനുമായിട്ട് ഷെയർ ചെയ്താൽ നമുക്ക് എന്ത് സംഭവിക്കാം? നമുക്ക് അവിടെ നമ്മുടെ പ്രൈവസി വയലേഷനാണ് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയായിരിക്കും. കാരണം സ്റ്റേറ്റിന് എന്താണ് അങ്ങനെ ഒരു കോൺട്രാക്ട് പ്രൈവറ്റ് കോർപ്പറേഷനായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് നമുക്ക് മനസ്സിലാവും. രണ്ട് ശരിയാകുമ്പോൾ നമുക്ക് ഓൾറെഡി ആൻസറിലേക്ക് കിട്ടിയതായിരിക്കും 2 and 4 only ആയിരിക്കും. അപ്പോൾ 3 എന്താണ് പറയുന്നത്? ആധാർ ഈസ് മാൻഡേറ്ററി ഫോർ ഒബ്റ്റെയിനിങ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്. ഓക്കെ, ഇൻഷുറൻസ് പ്രോഡക്റ്റിന് വേണ്ടി ആധാർ മാൻഡേറ്ററി എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, ആധാർ ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ ഒബ്റ്റെയിനിങ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആണ്. അതുകൂടെ എന്താണ് ഓപ്പണിംഗ് ബാങ്ക് അക്കൗണ്ട്, സ്കൂൾ അഡ്മിഷൻ ഇതിനൊന്നും എന്താണ് ആധാറിൻ്റെ ആവശ്യം നമുക്കില്ല. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. ദെൻ ആധാർ ഈസ് മാൻഡേറ്ററി ഫോർ ഗെറ്റിംഗ് ബെനിഫിറ്റ്സ് ഫണ്ടഡ് ഔട്ട് ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. സോ അതെന്താണ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എന്താണ് ഇതെടുക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ആധാർ വേണം. അതെന്താണ് സെക്ഷൻ 7 ഓഫ് ആധാർ ആക്ടിലാണ് ഇത് പറയുന്നത്. സെക്ഷൻ 7 ഓഫ് ആധാർ ആക്ട്. ഓക്കെ, സോ അതാണ് ആധാറിനെ പറ്റി പറയുന്നത്. അപ്പോൾ എന്താണ് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആധാർ എന്ന് പറഞ്ഞാൽ എന്താണ് 12 digit ഉള്ള യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് UIDAI ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ അത് പറയുന്നത് എന്താണ്? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ആധാർ ഡേറ്റ എത്രയാണ്? മോർ ദാൻ 6 months ആണെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, മോർ ദാൻ 3 months അല്ല. Then state cannot enter into contract with the private corporation for sharing of Aadhaar data. റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ എന്താണ് ഇൻഷുറൻസ് പ്രോഡക്റ്റിന് വേണ്ടി എന്താണ് ആധാറിന് നിർബന്ധമില്ല. ആധാർ വേണമെന്നില്ല. ആൻഡ് ആൾസോ ആധാർ ഇസ് മാൻഡേറ്ററി ഫോർ ഗെറ്റിംഗ് ബെനിഫിറ്റ്സ് ഫണ്ടഡ് ഔട്ട് ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, സോ അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 and 4 only ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാജ്യസഭ ഹാസ് ഈക്വൽ പവർ വിത്ത് ലോക്സഭ ഇൻ ഓപ്ഷൻ എ ദ മാറ്റർ ഓഫ് ക്രിയേറ്റിംഗ് new all India services, option B amending the constitution, option C the removal of the government, option D making cut motions. Again ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം രാജ്യസഭയ്ക്കും അതുപോലെ ലോക്സഭയ്ക്കും ഈക്വൽ പവർ ഉള്ളതിൽ ഏതിൽ മാത്രമാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ മാത്രമാണ്. ഓക്കെ, ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ അണ്ടർ ആർട്ടിക്കിൾ 368. ഓക്കെ, സോ ആർട്ടിക്കിൾ 368 വരെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ മാത്രമാണ് എന്ത് ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഒരുപോലെ അധികാരം ഉള്ളത്. ബാക്കി എല്ലാത്തിനും എന്താണ് ഡിഫറൻറ്റ് ഇതാണ്. ഇപ്പോൾ നമുക്ക് ക്രിയേഷൻ ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ആണെങ്കിൽ ആർക്കായിരിക്കും? ലോക്സഭയെക്കാട്ടിയും കൂടുതൽ രാജ്യസഭയ്ക്കായിരിക്കും അതിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്.
അതുപോലെ ദ റിമൂവൽ ഓഫ് ദ ഗവൺമെൻറ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണത് മെയിനായിട്ടും നമ്മുടെ ലോക്സഭയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലോക്സഭയിൽ നോൺ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവന്ന് മാത്രമേ എന്ത് ഗവൺമെൻറ്റിനെ റിമൂവൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് എന്താണ് അതിൻ്റെ പവർ കൂടുതൽ എവിടെയായിരിക്കും? ലോക്സഭയിലായിരിക്കും. നെക്സ്റ്റ് മേക്കിംഗ് കട്ട് മോഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ബഡ്ജറ്ററി പ്രോസസ്സിൻ്റെ പാർട്ടാണ് എന്ന് പറയുന്നത് കട്ട് മോഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ബഡ്ജറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയായിരിക്കും? അത് രാജ്യസഭയിൽ ഇമ്പോർട്ടൻസ് ഇല്ല, അത് ലോക്സഭയിലാണ് കൊണ്ടുവരുന്നത്. സോ അതുകൊണ്ട് എന്താണ് അതും ലോക്സഭയുടെ സ്പെഷ്യൽ അധികാരമായിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ഇത് രാജ്യസഭയ്ക്ക് അതുപോലെ ലോക്സഭയ്ക്കും എന്താണ് ഈക്വൽ പവർ ഉള്ളത്. ഓക്കെ, സോ എന്താണ് സ്പെഷ്യൽ ഇവിടെ എന്താണ് ലോക്സഭയുടെയും രാജ്യസഭയുടെയും സ്പെഷ്യൽ മെജോറിറ്റിയാണ് നോക്കുന്നത്. സോ അങ്ങനെയാണ് എന്ത് നമുക്ക് രാജ്യസഭയുടെയും ലോക്സഭയുടെ ഈക്വൽ പവേഴ്സ് അല്ലെങ്കിൽ രണ്ടുപേരുടെയും പവർ വെച്ച് മാത്രമേ എന്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അണ്ടർ ആർട്ടിക്കിൾ 368. സോ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിത്ത് റെഫറൻസ് ടു ദ ഫണ്ട്സ് അണ്ടർ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം MPLADS, which of the following statements are correct? Statement 1, MPLADS fund must be used to create durable assets like physical infrastructure for health, education, etc. Second statement, a specified portion of MP funds must benefit SC/ST populations. Third statement, MPLADS funds are sanctioned on yearly basis and the unused funds cannot be carried forward to the next year. Fourth statement, the district authority must inspect at least 10% of all works under the implementation every year. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ശരിയാവാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, MPLADS ഫണ്ട് എന്ന് പറയുന്നത് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീമാണ് അതിൻ്റെ ഫുൾ ഫോം പറയുന്നത് MPLADS എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫണ്ട് എന്തിനു യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യൂസ്ഡ് ടു ക്രിയേറ്റ് ഡ്യൂറബിൾ അസറ്റ്സ് ലൈക്ക് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എക്സെട്ര. നമുക്കറിയാം നോർമലി ഈ ഫണ്ട് കൊണ്ട് എന്താണ് ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടാകണമല്ലോ. സോ ഇവിടെ പറയുന്നതാണ് ഡ്യൂറബിൾ അസറ്റ്സ് ലൈക്ക് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും എന്താണ് ശരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അത് റൈറ്റ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി, എ സ്പെസിഫൈഡ് പോർഷൻ ഓഫ് ഈച്ച് MP's ഫണ്ട് മസ്റ്റ് ബി ബെനിഫിറ്റ് SC/ST പോപ്പുലേഷൻ. ഓക്കെ, എഗെയിൻ പറയുന്നത് എന്താണ് ഒരു സ്പെസിഫൈഡ് ഇതെന്താണ് SC/ST പോപ്പുലേഷന് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്താണ് SC/STക്ക് റിസർവേഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുക്കുന്നതാണ്. സോ അതുകൊണ്ട് എന്താണ് ഈ ഒരു കാര്യത്തിൽ റിസർവേഷൻ കൊടുക്കുന്നതിൽ തെറ്റൊന്നും പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആകുമ്പോൾ ഏതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? ഓക്കെ, ബി മാത്രമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാത്തിലും ഒന്നും രണ്ടും ഉണ്ട്. നെക്സ്റ്റ് third statement, MPLADS funds are sanctioned on yearly basis and the unused funds cannot be carried forward to next year. ഓക്കെ, നോർമലി ഇങ്ങനെ ഒരു ഫണ്ട് അത് അൺയൂസ് ചെയ്തില്ല, അത് യൂസ് ചെയ്തില്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് അടുത്ത ഇയറിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇയറിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നോക്കണം, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താണ് ഫണ്ട് ഉണ്ട്, അത് ഈ വർഷം യൂസ് ചെയ്തില്ലെങ്കിൽ എന്താണ് നോർമലി അത് നെക്സ്റ്റ് ഇയറിലേക്ക് എന്തായിരിക്കും യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇല്ലെങ്കിൽ എന്താണ് ആ ഫണ്ട് വെറുതെ വേസ്റ്റായി പോവുകയാണുള്ളത്. നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ഫണ്ട്സാണ്. അപ്പോൾ അത് ഒരു വർഷം യൂസ് ചെയ്യില്ല എന്ന് കാരണം പറഞ്ഞ് എന്താണ് അടുത്ത വർഷം അത് മാറിപ്പോകത്തില്ല. സോ ആ ഒരു ഇതിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാണെന്ന് കണ്ടുപിടിക്കാം. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? The district authority must inspect at least 10% of all works under the implementation every year. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. കാരണം ഡിസ്ട്രിക്ട് അതോറിറ്റി എന്താണ് ഇത് നോക്കണം. ഓക്കെ, കാരണം ഇങ്ങനൊരു ഫണ്ട് ഉണ്ട്, അത് ആരും നോക്കാനോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്നും ആരും ഡിസൈഡ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും ആ ഫണ്ട് ഒന്നീ വേസ്റ്റായി പോവുക അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയാതാവുകയൊക്കെ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ദ ഡിസ്ട്രിക്ട് അതോറിറ്റി മസ്റ്റ് ഇൻസ്പെക്ട് at least 10% of all works under the implementation every year. സോ അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. 1, 2 and 4 ഓൺലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് MPLADS ഫണ്ട്സ് എന്ന് അറിയണം. മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം എന്നാണ് MPLADSൻ്റെ ഫുൾ ഫോം പറയുന്നത്. ആൻഡ് ഓൾസോ ഇതെന്താണ് MPമാർക്ക് എന്താണ് ഡ്യൂറബിൾ കമ്മ്യൂണിറ്റി അസറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്, അതായത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഉള്ളൊരു ഫണ്ടാണ് എന്ന് പറയുന്നത്. ഇത് പ്രകാരം എന്താണ് നമുക്ക് റോഡ്സ്, അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ, പബ്ലിക് ഹെൽത്ത്, ഇതെല്ലാം എന്താണ് ഈ ഒരു ഫണ്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഇത് SC/ST പോപ്പുലേഷൻ എന്താണ് ബെനിഫിറ്റ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഈച്ച് MP ഫണ്ട്സ് എന്താണ് SC/ST പോപ്പുലേഷന് ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് 15% MPLADS ഫണ്ട്സ് SC പോപ്പുലേഷനും, ഓക്കെ 15% SC പോപ്പുലേഷനും, അതുപോലെ അതിൻ്റെ പകുതി 7.5% എന്താണ്
ST പോപ്പുലേഷനും യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അവിടെ ഒരു റിസർവേഷൻ വരുന്നുണ്ട്. 5% SC പോപ്പുലേഷനും അതുപോലെ 7.5%, ഓക്കെ, 7.5% ST പോപ്പുലേഷനും വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇത് MB ഫണ്ട്സ് നോൺ ലാപ്സബിൾ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു പറയുന്നത് എന്താണ്, ലാപ്സ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ്, അത് നോൺ ലാപ്സബിൾ ആണ്. കാരണം ഈ വർഷം യൂസ് ചെയ്യില്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് ഇയറിലേക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ് വരുന്നത്. ദെൻ ഓൾസോ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഡിസ്ട്രിക്ട് അതോറിറ്റി മസ്റ്റ് ഇൻസ്പെക്ട് അറ്റ്ലീസ്റ്റ് 10% ഓഫ് ഓൾ വർക്ക്സ് അണ്ടർ ഇംപ്ലിമെൻറ്റേഷൻ എവരി ഇയർ. ഓക്കെ, സോ അത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 4 ഓൺലി ആയിരിക്കും. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആവാനുള്ള കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which one of the following categories of fundamental rights incorporates protection against untouchability as a form of discrimination? So untouchability ഏതിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് ചോദിച്ചിരുന്നത്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, റൈറ്റ് ടു ഇക്വാലിറ്റി. അഗെയിൻ സിമ്പിളായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ് നമുക്ക് അറിയാവുന്നതാണ്. ഏതാണ് അൺടച്ചബിലിറ്റി ഒക്കെ വരുന്നത്? റൈറ്റ് ടു ഇക്വാലിറ്റിയിലാണ്. ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 17 ആണ് വരുന്നത്, റൈറ്റ് ടു ഇക്വാലിറ്റി. ഓക്കെ, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്? റൈറ്റ് ടു ഇക്വാലിറ്റിയിലാണ് വരുന്നത്. സോ അതിൽ വരുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 വരുന്നത്. എന്താണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയാണ് അത് പറയുന്നത്. ഓക്കെ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. സോ അതാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. നമുക്കറിയാം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്ന ഏതിൻ്റെ കീഴിലാണ്? ആർട്ടിക്കിൾ 23, 24 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത്. ആർട്ടിക്കിൾ 23 ആർട്ടിക്കിൾസ് ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ആർട്ടിക്കിൾ 23, 24 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത്. റൈറ്റ് ടു ഫ്രീഡം ഏതാണ്? ആർട്ടിക്കിൾ 19 to 22 ആണ് റൈറ്റ് ടു ഫ്രീഡം വരുന്നത്. 19 to 22. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി നമുക്കറിയാം ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾസ് ഒക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് എന്തായാലും നോക്കി വയ്ക്കുക. ഓക്കെ, നമുക്ക് അറ്റ്ലീസ്റ്റ് 14 മുതൽ 32 വരെയാണെങ്കിലും എന്താണ് അറിഞ്ഞിരിക്കണം. ഓക്കെ, 14 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിൾസിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്. റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ അതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In India, separation of judiciary from the executive is enjoyed by preamble of constitution, DPSP, 7th schedule, the conventional practice. Again, എന്താണ് ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ഏതാണ്? DPSP-യിലാണ് പറയുന്നത്. ഓക്കെ, DPSP-യിലാണ് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് പറയുന്നത്. DPSP എന്ന് പറയുമ്പോൾ ഏത് പാർട്ടിൽ വരുന്നതാണ്? പാർട്ട് 4 ആണ് വരുന്നത്. ഓക്കെ, എല്ലാ വർഷവും എന്താണ് DPSP ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, DPSP ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്താണ് എല്ലാ വർഷവും നമ്മൾ കാണുന്നുണ്ട്. ഇത്രയും നാൾ നമ്മളിപ്പോൾ ഓൾറെഡി 5 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ 5 ഇയേഴ്സിൽ എന്താണ് DPSP ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ DPSP എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നോക്കി വയ്ക്കുക. സോ പാർട്ട് 4 വരുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ്. അത് ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 50 വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 50 എന്ത്? ഈ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറി ആയിരിക്കും എന്ത് ഇതുവഴി പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഷുർ ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. സോ അതാണ് പ്രൈമറി എയിം എന്ന് പറയുന്നത്. ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കണം. സോ അതാണ് ഇവിടെ പറയുന്നത്, ആർട്ടിക്കിൾ 15 പറയുന്നത്. സോ അതാണ് DPSP-യിൽ വരുന്നത്. 7th ഷെഡ്യൂളൊക്കെ നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്. എന്താണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതൊക്കെയാണ് 7th ഷെഡ്യൂളിലൊക്കെ വരുന്നത്. ഓക്കെ, സോ അതാണത് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ അഗെയിൻ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കാൻ എന്തായാലും പാടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ഏതിലാണ്? DPSP-യിലാണ്. DPSP വരുന്നത് പാർട്ട് 4 ഇവിടെ എന്താണ്? ആർട്ടിക്കിൾ 50 എന്ത്? ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയെ പറ്റിയൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6. Along with budget, the finance minister also places other documents before the parliament which include the macroeconomic framework statement. Okay, the aforesaid document is presented because this is mandated by long-standing parliamentary convention, Article 112 and Article 110 clause 1 of the Constitution of India, Article 113 of the Constitution of India, option D, provisions of fiscal responsibility and budget management act 2003. അപ്പോൾ ഇതിൽ ഏതാണ് പറയുന്നത്? ദ മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ അത് പ്രസൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാൻഡേറ്റഡ് ആണെന്ന് പറയുന്നത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? നമുക്കറിയാം. ആർട്ടിക്കിൾ 112 ആയാലും ആർട്ടിക്കിൾ 110 ഒക്കെ ആയാലും എന്താണ്? അത് ബഡ്ജറ്റുമായിട്ടും മറ്റുമൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ് പറയുന്നത്. ആർട്ടിക്കിൾ 112 എന്താണ്? ഓക്കെ, ഫസ്റ്റ് ആർട്ടിക്കിൾ 110 നോക്കാം നമുക്ക്.
ആർട്ടിക്കിൾ 110 പറ്റിയാണ് പറയുന്നത്, മണി ബില്ലിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ദെൻ 112 എന്താണ് പറയുന്നത്, അത് ഇറ്റ് മാൻഡേറ്റ് ദ പ്രസൻറ്റേഷൻ ഓഫ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബഡ്ജറ്റ് ഇത് ചെയ്യുന്നതാണ് പറയുന്നത്. ആർട്ടിക്കിൾ 112 പറയുന്നത് എന്താണ്, ബഡ്ജറ്റ് മാൻഡേറ്റഡ് ആണെന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ആർട്ടിക്കിൾ 113 ആണ് പറയുന്നത്, അതെന്താണ്, റിലേറ്റഡ് ടു പ്രൊസീജിയർ ഇൻ പാർലമെൻറ്റ് റിഗാർഡിംഗ് എസ്റ്റിമേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ്, അതാണ് എസ്റ്റിമേറ്റ്സ് പറയുന്നത്, അതാണ് 113 പറയുന്നത്, ഡിമാൻഡ്സ് ആൻഡ് ഗ്രാൻസ്, ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ്. ഓക്കെ, സോ ഇത് രണ്ടും അല്ല. ഓക്കെ, ആർട്ടിക്കിൾ 112 അല്ല, 110 അല്ല, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 113 അല്ല. പിന്നെ ഉള്ളത് ലോങ് സ്റ്റാൻഡിംഗ് പാർലമെന്ററി കൺവെൻഷൻ, അതുപോലെ പ്രൊവിഷൻസ് ഓഫ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ലോങ് സ്റ്റാൻഡിംഗ് പാർലമെന്ററി കൺവെൻഷൻ വഴിയൊക്കെ ഇങ്ങനെ ഒരു മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരണമെന്ന് പറയുന്നതിനെക്കാട്ടിയും ബെറ്റർ ഏതായിരിക്കും, അതൊരു ആക്ട് വഴി പാസ്സാകുന്നതായിരിക്കും. സോ അതാണ് ഇവിടെ ഏത് പറയുന്നത്, പ്രൊവിഷൻസ് ഓഫ് ദ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003. അപ്പോൾ അത് പ്രകാരമാണ് എന്ത് പറയുന്നത്, ദ ഫിനാൻസ് മിനിസ്റ്റർ ആൾസോ പ്ലേസസ് അതർ ഡോക്യുമെന്റ്സ് ബിഫോർ ദ പാർലമെന്റ് വിച്ച് ഇൻക്ലൂഡ് ദ മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഇതെന്താണ് പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യം മാൻഡേറ്ററി ആക്കിയത് പ്രൊവിഷൻസ് ഓഫ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003 ആണ്. ഓക്കെ, FRBM ആക്ട് 2003. അപ്പോൾ അതും എന്താണ്, നമുക്ക് ജസ്റ്റ് എക്കണോമിയുടെ ബേസ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 6th ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7. A constitutional government by definition is a government by legislature, popular government, multi-party government, ലിമിറ്റഡ് ഗവൺമെൻറ്. അപ്പോൾ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്? എഗെയിൻ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയുള്ളതാണ്, നമ്മുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ എന്താണ് ഒരു രാജ്യത്ത് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളൊരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് എന്താണ് ഒരു തരത്തിലും ജനങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കാനോ പറ്റത്തില്ല. അതിനു വേണ്ടി സംരക്ഷണം ഇടുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. ഏതായിരിക്കും? നോർമലി ലിമിറ്റഡ് ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് എന്ന് വെച്ചാൽ അതെന്താണെങ്കിൽ ഒരു ലിമിറ്റഡ് ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, സോ അവിടെ എന്താണ് ഒരു സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ലോസും പ്രിൻസിപ്പിൾസും ഒക്കെ കാണും. ഓക്കെ, ഹാവ് എ സെറ്റ് ഓഫ് ലോസ് ആൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, സോ ഒരു കൂട്ടം നിയമങ്ങൾ അതുപോലെ തന്നെ എന്താണ് കുറച്ച് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസും ഒക്കെ എന്താണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ഗവൺമെൻറ് ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ എന്താണ് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് എന്താണ് ആർക്കും ദോഷമില്ലാത്ത രീതിക്ക് ഒരു ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ അതാണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് ഗവൺമെൻറ് ആണ്. ഓക്കെ, ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് എന്താണ് ഒരു ലെജിസ്ലേച്ചറിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഗവൺമെൻറ് ലെജിസ്ലേച്ചർ എന്നാണ് പറയുന്നത്. അതിപ്പോൾ എന്താണ് നിർബന്ധമില്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് ആണെങ്കിൽ അവിടെ എന്താണ് ഗവൺമെൻറ് ലെജിസ്ലേച്ചർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സോ അതുകൊണ്ട് നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ എന്താണ് പോപ്പുലർ ഗവൺമെൻറ്റും മൾട്ടി പാർട്ടി ഗവൺമെൻറ്റും അതും എന്താണ് ഇത് വരുന്നില്ല. ഓക്കെ, സോ ഇതെല്ലാം എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് എക്സാമ്പിൾ അല്ല. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, ലിമിറ്റഡ് ഗവൺമെൻറ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ തന്നെ പറ്റുന്നതാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ നിയമങ്ങൾ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളും മറ്റുമൊക്കെ എന്താണ് കൃത്യമായിട്ട് നമുക്ക് തരാനായിട്ടാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ബുക്ക് നമുക്കുള്ളത്. സോ അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തായിരിക്കും കൊണ്ടുവന്നേക്കുന്നത്? നമ്മുടെ ഗവൺമെൻറ്റിന് ഏതെങ്കിലും ലെവലിൽ നമ്മളെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളെ എതിർക്കാനായിട്ട് നോക്കി അല്ലെങ്കിൽ നമുക്ക് ഒപ്പോസായിട്ട് നിന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് അവിടെ ഒരു സ്റ്റോപ്പ് ഇടും. ഓക്കെ, അത് ലിമിറ്റ് ചെയ്യും ഗവൺമെൻറ് ആ അധികാരത്തിന്. സോ അതുകൊണ്ടാണ് എന്ത് ഇവിടെ ലിമിറ്റഡ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലിമിറ്റഡ് ഗവൺമെൻറ് ആണ്. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. Other than the fundamental rights, which one of the following parts of the Constitution of India reflects the principles and the provisions of the Universal Declaration of Human Rights 1948? Okay, first preamble, DPSP, fundamental duties. Fundamental rights കൂടാതെ ഇതിൽ ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതാണ് the principles and the provisions of Universal Declaration of Human Rights 1948 പറയുന്നത്? ഓക്കെ, പ്രിയാമ്പിൾ വരുന്നുണ്ട്, ദെൻ DPSP വരുന്നുണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? നമുക്കറിയാം ഇതെല്ലാം, അതായത് പ്രിയാമ്പിളും DPSP ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഇത് മൂന്നും എന്താണ് ഒരു ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ഇത് മൂന്നും എന്ത് പറയുന്നുണ്ട്? പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊവിഷൻസ് ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. നമുക്കറിയാം പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്, അത് ഓരോന്നായിട്ട് പറയാം. നമുക്ക് ജസ്റ്റ് ഓക്കെ, പ്രിയാമ്പിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള നമുക്ക് ജസ്റ്റിസ്, ഇക്വാലിറ്റി, ലിബർട്ടി, ഫെർട്ടിലിറ്റി ഇതെല്ലാം എന്താണ് നമുക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളൊരു ആശയത്തോടെയാണ് എന്ത് പ്രിയാമ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ ഹ്യൂമൻ ഡിഗ്നിറ്റിയും റൈറ്റും അതാണ് എന്ത് പ്രിയാമ്പിൾ വഴി നമുക്ക് കിട്ടേണ്ടത്. ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ്. സോ അത് നമുക്ക് എന്താണ് പ്രിയാമ്പിളിലൂടെ കിട്ടേണ്ടതാണ്.
ദെൻ DPSP നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താണ് ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നെന്താണ് ഗവൺമെൻറ് ഒരു നിർദ്ദേശം കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നതാണ് എന്ത് DPSPയിൽ വരുന്നത്. ഓക്കെ, അവിടെ സോഷ്യോ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഷ്യോ എക്കണോമിക് റൈറ്റ്സ്. ഓക്കെ, സോ ഇതെന്താണ് റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം എന്താണ് ഇതിൻ്റെ ഇൻക്ലൂഡിൽ വരുന്നത്, എൻ്റെ കീഴിൽ വരുന്നതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്നത് എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. നമുക്കറിയാം നമ്മളെന്താണ് ഓരോരുത്തരും നമുക്ക് ഗവൺമെൻറ് ഇങ്ങോട്ടൊരു അധികാരം തരുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇങ്ങോട്ട് ഓരോന്ന് തരുമ്പോൾ എന്താണ് നമ്മൾ തിരിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതാണ് എന്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ വരുന്നത്. സോ അതും എന്താണ് ഇതിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. 1, 2 and 3 ആണ്. ഓക്കെ, സോ നമ്മളെന്താണ് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ് ഇങ്ങോട്ട് നമുക്ക് കുറച്ച് റൈറ്റ്സ് തന്നുകൊണ്ടിരുന്നാൽ മാത്രം എന്താണ് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് റൈറ്റ്സ്, നമ്മൾ കുറച്ച് ഫംഗ്ഷൻസ് എന്താണ് അങ്ങോട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ഡ്യൂട്ടീസ് അങ്ങോട്ട് ചെയ്യണം. സോ അതാണ് എന്തിൻ്റെ കീഴിൽ വരുന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ കീഴിൽ വരുന്നത്. സോ അതുകൊണ്ട് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊവിഷൻസ് ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൂടാതെ പ്രിയാമ്പിൾ, DPSP, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഇത് 3 വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ D ആയിരിക്കും. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ ഇന്ത്യ, ലീഗൽ സർവീസസ് അതോറിറ്റീസ് പ്രൊവൈഡ് ഫ്രീ ലീഗൽ സർവീസസ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സിറ്റിസൺസ്? ഫസ്റ്റ് വൺ, person with an annual income of less than 1 lakh, transgender with an annual income of less than 2 lakh, member of other backward communities with an annual income of less than 3 lakh, all senior citizens. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ലീഗൽ സർവീസസ് അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ലീഗൽ സർവീസ് കിട്ടുന്ന ആൾക്കാരെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് നോക്കി, ഓൾ സീനിയർ സിറ്റിസൺസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ സീനിയർ സിറ്റിസനും എന്താണ് അവർക്കിപ്പോൾ എന്താണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാതെ അല്ലെങ്കിൽ എന്താണ് വേറെ ഒന്നും നോക്കാതെ എന്താണ് എല്ലാ സീനിയർ സിറ്റിസനും ഈ ഒരു ഫ്രീ ലീഗൽ സർവീസ് കൊടുക്കുന്നു എന്ന് പറയുന്നത് എന്തായിരിക്കും, അത്രയും നമുക്ക് എന്താണ് എടുക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതെന്താണ് റോങ് ആണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യമേ കൺസിഡർ ചെയ്യുക, റോങ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് നമുക്ക് 4 ഓപ്ഷൻ 4 വരുന്ന ഏതൊക്കെയാണ്, Dയും അതുപോലെ Bയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ 1 and 2 ഓൺലിയും 2 and 3 ഓൺലി. അപ്പോൾ 2 എന്തായാലും കോമൺ ആണ്. ട്രാൻസ്ജെൻഡർ വിത്ത് ആൻ ആനുവൽ ഇൻകം ഓഫ് ലെസ് ദാൻ 2 lakhs, അതെന്തായാലും കോമൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് നെക്സ്റ്റ് നോക്കി, പേഴ്സൺ വിത്ത് ആൻ ആനുവൽ ഇൻകം ഓഫ് ലെസ് ദാൻ 1 lakh, 1 lakhന് താഴെ ആനുവൽ ഇൻകം ഉള്ള പേഴ്സൺ, അവർക്കും എന്താണ് കൊടുക്കുന്നത് പറഞ്ഞേക്കുന്നത്. നോർമലി എന്താണ് അവർ നമുക്ക് എക്കണോമിക്കലി വീക്കറായിട്ട് എന്താണ് കൺസിഡർ ചെയ്യാം. സോ അതുകൊണ്ട് എന്താണ് അവർക്കും കൊടുക്കുന്നുണ്ട്. സോ 1 റൈറ്റ് ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ A ആണ്. 1 and 2 ഓൺലി ആണ്. അപ്പോൾ 3 എന്തായിരിക്കും, നോർമലി റോങ് വരും. മെമ്പേഴ്സ് ഓഫ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് വിത്ത് ആൻ ആനുവൽ ഇൻകം ലെസ് ദാൻ 3 lakh, അത് വരുന്നില്ല. കാരണം OBC-കാർക്ക് എന്താണ് പ്രത്യേകിച്ച് കാര്യമൊന്നും വരില്ല. അവരെല്ലാം എന്താണ് ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ആവുകയുള്ളൂ. കാരണം അവർക്ക് എന്താണ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ എന്താണ് ഈ ഒരു നോർമൽ പറഞ്ഞ ആനുവൽ ഇൻകം ലെസ് ദാൻ 1 lakh താഴെയാണെങ്കിൽ എന്താണ് അതിലേക്ക് ഇൻക്ലൂഡ് ആവും. അല്ലാതെ OBC-ക്ക് എന്താണ് ആനുവൽ ഇൻകം ലെസ് ദാൻ 3 lakhs എന്ന് പറയുന്നില്ല. ഓക്കെ, SC/ST പോപ്പുലേഷന് അത് കൊടുക്കുന്നുണ്ടെങ്കിലും SC/STക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്താണ് OBC-ക്ക് ആ ഒരു റിസർവേഷൻ കിട്ടുന്നില്ല ഫ്രീ ലീഗൽ എയ്ഡിൻ്റെ കാര്യത്തിൽ. സോ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ A ആണ്. 1 and 2 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പേഴ്സൺ വിത്ത് ആൻ ആനുവൽ ഇൻകം ലെസ് ദാൻ 1 lakh, അവർക്ക് എന്താണ് എലിജിബിൾ ആണ്, അവർ എലിജിബിൾ ആണ്. ദെൻ ട്രാൻസ്ജെൻഡർ കാര്യം പറഞ്ഞു. ട്രാൻസ്ജെൻഡർ എന്താണ് ലെസ് ദാൻ 2 lakh ആണ് പറയുന്നത്. ഇത് ഓൾറെഡി ഡൽഹിയിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് പറയുന്നുണ്ട്. ദെൻ മെമ്പേഴ്സ് ഓഫ് ബാക്ക്വേർഡ് ക്ലാസ്സിന് നമ്മൾ പറഞ്ഞു OBC-ക്ക് എന്താണ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് കിട്ടുന്നില്ല. ബട്ട് അതേ ടൈം എന്താണ് SC/STക്ക് എന്താണ് ഒരു ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, SC/ST മെമ്പേഴ്സ് ഇതിൽ എലിജിബിൾ ആണ്. അവർക്ക് ഇൻകം കാര്യമൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. SC/ST ആയാൽ തന്നെ എന്താണ് ഫ്രീ ആയിട്ട് ലീഗൽ എയ്ഡ് കിട്ടുന്നുണ്ട്. പക്ഷേ OBC-ക്ക് എന്താണ് കിട്ടുന്നില്ല. അവരെന്താണ് ഫസ്റ്റ് ഇതിലാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ആനുവൽ ഇൻകം ലെസ് ദാൻ 1 lakh ആണെങ്കിൽ എന്താണ് അവർക്കും നോർമലി അത് കിട്ടും, ഫ്രീ ഇൻകം കിട്ടും, ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടും. Then all senior citizen വരത്തില്ല. എലിജിബിലിറ്റി ഫോർ സീനിയർ സിറ്റിസൺ ഡിപ്പെൻഡ്സ് ഓൺ ദ റൂൾസ് ഓഫ് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ് അവരുടെ സീനിയർ സിറ്റിസണുള്ള റൂൾസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എന്തുമായിട്ട് കിടക്കുകയാണ്, ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ്സ് റൂൾസ്. റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്. ഓക്കെ, സോ അതാണ് ഫ്രീ ലീഗൽ എയ്ഡ് അല്ലെങ്കിൽ ഫ്രീ ലീഗൽ സർവീസുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നത്.
അപ്പോൾ പേഴ്സൺ വിത്ത് ആൻ ആനുവൽ ഇൻകം ഓഫ് ലെസ് ദാൻ 1 lakh എന്തായാലും അവർക്ക് കിട്ടും. ട്രാൻസ്ജെൻഡർ വിത്ത് ആൻ ആനുവൽ ഇൻകം ഓഫ് ലെസ് ദാൻ 2 lakhs അവർക്ക് കിട്ടും. ഓൾറെഡി ഡൽഹിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ പറയുന്നത് എന്താണ്, മെമ്പേഴ്സ് ഓഫ് അതർ ബാക്ക്വേർഡ് ക്ലാസ് അവർക്ക് കിട്ടത്തില്ല. പകരം SC/ST പോപ്പുലേഷൻ ആണെങ്കിൽ എന്താണ്, അത് അവരുടെ ഇൻകം ഒന്നും നോക്കാതെ തന്നെ എന്താണ് അവർക്ക് എന്തായാലും കിട്ടും. SC/ST പോപ്പുലേഷന് കിട്ടും. ഫൈനൽ പറയുന്ന ഓൾ സീനിയർ സിറ്റിസന് കിട്ടുന്നതാണ്. പക്ഷേ അത് കിട്ടത്തില്ല. കാരണം അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ ദ റൂൾസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ഓക്കെ, ഓരോ സ്റ്റേറ്റിലും എന്താണ് ഡിഫറൻസ് ആണ്. സോ അത് എന്തിനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. സോ അതാണ് 9th ക്വസ്റ്റ്യൻ. ആൻസർ 1 and 2 ഓൺലി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ എഗ്രിമെൻറ്റ് ഓർ സെറ്റപ്പ് സബ്ജക്റ്റ്: അൽമ-അട്ട ഡിക്ലറേഷൻ, ഹെൽത്ത് കെയർ ഓഫ് ദ പീപ്പിൾ, ഹേഗ് കൺവെൻഷൻ, ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസ്, ടൽനോ ഡയലോഗ്, ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്, അണ്ടർ കോയലിഷൻ, ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. എഗെയിൻ കുറച്ച് ഫാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് പറയുന്നത് അൽമ-അട്ട ഡിക്ലറേഷൻ, ഹെൽത്ത് കെയർ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നുണ്ട്. ഹേഗ് കൺവെൻഷൻ ഏതാണ് പറയുന്നത്, അത് ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസിൻ്റെയാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഹേഗ് കൺവെൻഷനൊക്കെ എന്താണ് അറ്റ്ലീസ്റ്റ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് കാണും. ഓക്കെ, ഹേഗ് കൺവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, റീസെൻ്റ് ഇടയ്ക്കൊക്കെ എന്താണ് ന്യൂസിലൊക്കെ വരാറുണ്ട് ഹേഗ് കൺവെൻഷനെ പറ്റി. അതെന്താണ്, കെമിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ കെമിക്കൽ വെപ്പൺസിൻ്റെ കാര്യമല്ല പറയുന്നത്. അത് എന്തിനെ പറ്റിയാണ് പറയുന്നത്, പ്രൈമറി ഡീൽസ് ദ ലോസ് ഓഫ് വാറിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് പറയുന്നത് എന്താണ്, ലോസ് ഓഫ് വാർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് കൾച്ചറൽ പ്രോപ്പർട്ടി. പ്രൊട്ടക്ഷൻ ഓഫ് കൾച്ചറൽ ഓക്കെ. സോ അതായത് എന്താണ്, ഒരു ആംഡ് കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങളും അതുകൂടാതെ എന്താണ് അവിടുത്തെ കൾച്ചറൽ പ്രോപ്പർട്ടിയുടെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഏതിൽ പറയുന്നത്, ഹേഗ് കൺവെൻഷനിൽ പറയുന്നത്. അല്ലാതെ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസിനെ പറ്റി അല്ല ഹേഗ് കൺവെൻഷനിൽ പറയുന്നത്. ഓക്കെ, ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസിന് വേണ്ടി എന്താണ് ബയോളജിക്കൽ വെപ്പൺസ് കൺവെൻഷനും അതുപോലെ കെമിക്കൽ വെപ്പൺസ് കൺവെൻഷനും ഉണ്ട്. ബയോളജിക്കൽ വെപ്പൺസ് കമ്മീഷനും അതുപോലെ എന്താണ് കൺവെൻഷനും അതുപോലെ കെമിക്കൽ വെപ്പൺസ് കൺവെൻഷനും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഹേഗ് കൺവെൻഷൻ വരുന്നത് ഏതാണ്, ലോസ് ഓഫ് വാർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് കൾച്ചറൽ പ്രോപ്പർട്ടി ഡ്യൂറിങ് എ ആംഡ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, അതാണ് ഏതിൽ വരുന്നത്, ഹേഗ് കൺവെൻഷൻ വരുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം, എയും അതുപോലെ ഡിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്കുള്ളത് ഓപ്ഷൻ ബി 4 ഓൺലിയും ഓപ്ഷൻ സി 1 and 3 ഓൺലിയാണ്. ദെൻ 4 നോക്കി അണ്ടർ കോയലിഷൻ, ചൈൽഡ് റൈറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. കാരണം അൽമ-അട്ട ഡിക്ലറേഷൻ ഹെൽത്ത് കെയർ ഓഫ് ദ പീപ്പിൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ ടൽനോ ഡയലോഗ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, ഹേഗ് കൺവെൻഷൻ തെറ്റാണ്. ദെൻ അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ സി ആണ്, 1 and 3 ഓൺലി ആയിരിക്കും. ഇത് കുറച്ച് ഫാക്ട് ബേസ്ഡ് ആയിട്ടാണ്, നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എന്ത് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ അണ്ടർ കൺവെൻഷൻ വരുന്നത് എന്താണ്, ഇറ്റ്സ് എ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഓഫ് സ്റ്റേറ്റ് ആൻഡ് റീജിയണൽ ഗവൺമെൻറ് കമ്മിറ്റഡ് ടു അംബിഷ്യസ് ക്ലൈമറ്റ് ആക്ഷൻ. ഓക്കെ, എഗെയിൻ ക്ലൈമറ്റ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് അണ്ടർ കോയലിഷൻ വരുന്നത്. ചൈൽഡ് റൈറ്റ്സ് അല്ല വരുന്നത്, റിലേറ്റഡ് ടു ക്ലൈമറ്റ് ആക്ഷൻ. ഓക്കെ, സോ അതാണ് 10th ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 and 3 ഓൺലി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ അണ്ടർ കോയലിഷൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, ദേ സ്പെസിഫിക്കലി കീപ്പിംഗ് ഗ്ലോബൽ ടെമ്പറേച്ചർ വെൽ ബിലോ 2 degrees Celsius. ഓക്കെ, 2 degrees Celsiusനായിട്ടും കുറഞ്ഞ് എന്താണ് റൈസ് ആവാതെ നോക്കുക. ഓക്കെ, റൈസ് വെൽ ബിലോ 2 degrees Celsius ആണ് ഇവർ പറയുന്നത്. ഓക്കെ, 2 degree Celsius കുറയുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ന്യൂസിലൊക്കെ ഇതുപോലുള്ള കൺവെൻഷനോ അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് നോക്കി വയ്ക്കുക. എന്തുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതും കൂടെ എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നോക്കി വയ്ക്കുന്നത്. 11. എ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഈസ് വൺ ഇൻ വിച്ച് ഓപ്ഷൻ എ all political parties in the parliament are represented in the government. Option B, the government is responsible to the parliament and can be removed by it. Option C, the government is elected by people and can be removed by them. The government is chosen by the parliament but cannot be removed by it before completion of a fixed time. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കി, ഫസ്റ്റ് പറയുന്നത് എന്താണ്, പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ദ പാർലമെൻറ്റ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദ ഗവൺമെൻറ്. അപ്പോൾ പാർലമെൻറ്റിലുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും എന്താണ് ഗവൺമെൻറ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്കറിയാം പാർലമെൻറ്റിൽ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ പാർലമെൻറ്റ് എടുത്താൽ എന്തായിരിക്കും, BJP ആണ് എന്ത്, അല്ലെങ്കിൽ NDA ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്, റൂൾ ചെയ്യുന്നത്. ഓക്കെ, റൂളിംഗ് പാർട്ടി എന്ന് പറയുന്നത് NDA ഗവൺമെൻറ് ആണ്. ബട്ട് അതേ ടൈമിൽ എന്താണ് ഒപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് ഉണ്ട്. ഓക്കെ,
സോ ഓൾറെഡി 2 പാർട്ടി അവിടെ ആയി. അതുകൂടാതെ എന്താണ് വേറെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് എന്താണ് പല പല പാർട്ടികൾ എന്താണ് ഈ പാർലമെന്റിലുണ്ട്. സോ അതുകൊണ്ട് എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്തില്ല. ഇപ്പോൾ ആരാണ് ചെയ്യുന്നത്? BJP. അതുപോലെ എന്താണ് അവരുടെ കോയലിഷനായിട്ടുള്ള ഏതെങ്കിലും പാർട്ടീസ് ഉണ്ടെങ്കിൽ അവർ മാത്രമേ റെപ്രസെന്റ് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും റെപ്രസെന്റ് ചെയ്യുമെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ്, ദ ഗവൺമെൻറ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പാർലമെൻറ്റ് ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഇറ്റ്. ശരിയാണ്, കാരണം ഗവൺമെൻറ് എപ്പോഴും പാർലമെൻറ്റിൽ റെസ്പോൺസിബിൾ ആണ്. പാർലമെൻറ്റിന് മാത്രമേ ഗവൺമെൻറ്റിനെ റിമൂവ് ചെയ്യാനും പറ്റുള്ളൂ. എങ്ങനെ? ബൈ ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പാർലമെൻറ്റിൽ നോ കോൺഫിഡൻസ് മോഷൻ പാർലമെന്റിൽ നോ കോൺഫിഡൻസ് മോഷൻ ഉപയോഗിച്ച് മാത്രമേ ഗവൺമെന്റിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു പവർ ആർക്ക് മാത്രമേ ഉള്ളൂ? പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. സോ ദ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പാർലമെന്റ് ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഇറ്റ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി, ദ ഗവൺമെന്റ് ഈസ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദം. ഗവൺമെന്റ് പീപ്പിൾ വഴിയാണ് ഇലക്ട് ചെയ്യുന്നത്, പീപ്പിൾ തന്നെ റിമൂവ് ചെയ്യുന്നത് പറയുന്നത് എന്താണ്? ഒരിക്കലും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. പാർലമെന്റ് സിസ്റ്റം ഓഫ് ഗവൺമെന്റിൽ ഇൻക്ലൂഡ് അല്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഗവൺമെന്റ് ഇലക്ട് ചെയ്തിട്ട് ഗവൺമെന്റ് തന്നെ എന്താണ് അവർ റിമൂവ് ചെയ്യുന്നത് പറയുന്നത്. സോ അത് എന്താണ്? തെറ്റാണ്. Then government is chosen by the parliament but cannot be removed by it before completion of a fixed time. നമുക്കറിയാം നമ്മുടെ പാർലമെന്റിൽ തന്നെ എന്താണ് ഒരുപാട് റൂളിംഗ് പാർട്ടീസ് എന്താണ് ഫിക്സഡ് ടൈം തീരുന്നതിന് മുമ്പ് റിമൂവ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താണ് ഫിക്സഡ് ടൈം വരെ ഇരിക്കേണ്ട, അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ എന്താണ് അവരെ നോ കോൺഫിഡൻസ് മോഷൻ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് ഓപ്ഷൻ ഡി വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 11th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. എന്താണ്? പാർലമെന്റ് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പാർലമെന്റ് ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഇറ്റ്. സോ അതാണ് 11th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് 12th. Which part of the Constitution of India deals with the ideals of welfare state? Again സിമ്പിൾ ആണ്, നമുക്ക് ഓപ്ഷൻ പോലും ആവശ്യമില്ല. കാരണം എന്താണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ് വരുന്നത്? അത് DPSP ആയിരിക്കും. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ DPSP ആയിട്ട് റിലേറ്റഡ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. PYQസിലും എല്ലാം എന്താണ് ഇതിന് മുന്നുള്ള ക്വസ്റ്റ്യൻസിലും എല്ലാം നമ്മൾ എന്താണ് DPSP റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ DPSP ആണ് വെൽഫെയർ സ്റ്റേറ്റിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ എന്താണ് DPSPയിൽ പറയുന്നുണ്ട്. സോ എന്താണ്? എയിം ടു എസ്റ്റാബ്ലിഷ് എ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി. And by directing the government to ensure എന്താണ് social justice, economic equality and well-being of the citizens. സിറ്റിസന്റെ വെൽബീയിങ്, അതുപോലെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ആയിട്ടുള്ള ലിബർട്ടി, ഇതെല്ലാം എന്താണ് ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആരാണ്? DPSP ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് എന്താണ്? നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ. സിറ്റിസൺസിന് ഉള്ള അവകാശങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ ഡെമോക്രസിയും പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ലിബർട്ടിയാണ്. ഇവിടെ പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ് ആണ് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് കൂടുതലും ഇൻഡിവിജ്വൽ ലിബർട്ടിയും പൊളിറ്റിക്കൽ റൈറ്റ്സും ആണ് പറയുന്നത്. നെക്സ്റ്റ് പ്രിയാമ്പിൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ്? ഐഡിയൽസ് ആൻഡ് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രിയാമ്പിളിൽ ഇൻക്ലൂഡ് ആവുന്നത്. ഐഡിയൽസ് ആൻഡ് ഫിലോസഫി. ദെൻ 7th ഷെഡ്യൂൾ കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. എന്താണ്? ഡിവിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവർ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതൊക്കെയാണ് 7th ഷെഡ്യൂളിൽ വരുന്നത്. സോ അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? നമുക്ക് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ ആൻസറിലേക്ക് എത്താം. ഏതാണ്? ഓപ്ഷൻ എ ആണ്, DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് വരുന്നത്. ഐഡിയൽസ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് 12th ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് 13ലേക്ക് പോകാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The Constitution of India defines its basic structure in terms of federalism, secularism, fundamental rights and democracy. The Constitution of India provides for judicial review to safeguard the citizens' liberties and to preserve the ideals on which the Constitution is based. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്.
നമുക്ക് കണ്ണും പൂട്ടി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ ഇൻ ടേംസ് ഓഫ് ഫെഡറലിസം, സെക്യുലറിസം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡെമോക്രസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ബേസിക് സ്ട്രക്ചർ എന്താണെന്നതാണ് സുപ്രീം കോടതിക്ക് പോലും ഇന്ന് വരെ അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. ഓക്കെ, സോ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ടെങ്കിലും അതെന്താണെന്ന് ഇതുവരെയായിട്ടും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ബേസിക് സ്ട്രക്ചറിനെ അമെൻഡ് ചെയ്യാൻ പാടില്ലെന്ന് മാത്രമേ കേശവാനന്ദ ഭാരതി കേസ് വഴി പറയുന്നുള്ളൂ. സോ അതെന്താണെന്ന് ഇവിടെ പറയുന്നില്ല. സോ ബേസിക് സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? എന്തായാലും തെറ്റാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് judicial review to safeguard citizens' liberties and to preserve the ideals on which the constitution is based. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റ് ദ പ്രൊവിഷൻ ഫോർ ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഈ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ഇതെന്താണ്? എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, നെയ്തർ വൺ നോർ ടു ആയിരിക്കും. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ് പറയുന്നത്. സോ ഇതിൻ്റെ എയിം എന്താണ്? നമ്മുടെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? സിറ്റിസൺസിൻ്റെ ലിബർട്ടിയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഗവൺമെൻറ്റിൽ നിന്നാണ് ഒരു പ്രൊട്ടക്ഷൻ. അതാണ് എന്ത് ജുഡീഷ്യലിൽ പറയുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് മാത്രമല്ല മറ്റു കാര്യങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. പക്ഷേ അതെന്താണ്? ഒരു പ്രൊവിഷനായിട്ട് സ്പെസിഫിക്കലി എന്താണ് ഇവിടെ പറയുന്നില്ല. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് സ്പെസിഫിക്കലി ഈ ഒരു കാര്യം പറയുന്നില്ല ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി. സോ അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, നെയ്തർ വൺ നോർ ടു ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ അതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. One common agreement between Gandhism and Marxism is the final good of stateless society, final goal of a stateless society, class struggle, abolition of private property, ഓപ്ഷൻ ഡി എക്കണോമിക് ഡിറ്റർമിനിസം. അപ്പോൾ ഇതിൽ ഏതാണ് ഗാന്ധിസോ മാർക്സിസോ പറയുന്നത് ഞാൻ ചോദിച്ചേക്കുന്നത്? ഓക്കെ, അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏതാണ് പറയുന്നത്? ഓപ്ഷൻ എ ആണ് പറയുന്നത്. ദ ഫൈനൽ ഗോൾ ഓഫ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ്. ഗാന്ധിസത്തിലായാലും മാർക്സിസത്തിലായാലും എന്താണ്? ഒരു ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ഫൈനൽ ഗോൾ ഓഫ് എന്താണ്? സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ് എന്ത് അവർ പറയുന്നത്. നമുക്കറിയാം ഗാന്ധിസം എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നോർമലി നോൺ വയലൻസിനാണ് എന്ത് ഗാന്ധിസം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഓക്കെ, നോൺ വയലൻസ് ആണ് നോൺ വയലൻറ്റ് മൂവിലൂടെ ഒരു സെൽഫ് ഗവേൺഡ് ഡീസെൻട്രലൈസ്ഡ് സൊസൈറ്റി, അതാണ് എന്ത് ഗാന്ധിസം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. മാർക്സിസം ആണെങ്കിൽ അതേസമയം സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ് അവരുടെ എൻ്റെ ആയിട്ടുള്ള ഗോൾ പറയുന്നത്. ഓക്കെ, സോ അവരെന്താണ് ഈ ബൂർഷ്വാസികൾക്ക് ആ ബൂർഷ്വാസി അതുപോലുള്ള ക്ലാസ്സിലേക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യുക. അതാണ് എന്ത് ഈ മാർക്സിസത്തിൻ്റെ പ്രധാന ഗോൾ എന്ന് പറയുന്നത്. പക്ഷേ രണ്ടുപേരെയും ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ് പറയുന്നത്. ക്ലാസ് സ്ട്രഗിൾ എന്താണ് ഗാന്ധിസത്തിൽ വരുന്നില്ല, പക്ഷേ എന്താണ് മാർക്സിസത്തിൽ ക്ലാസ് സ്ട്രഗിൾ കൊണ്ടുവരുന്നുണ്ട്, മാർക്സിസത്തിലുണ്ട്. അതുപോലെ എന്താണ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതും എന്താണ് മാർക്സിസം കൊണ്ടുവരുന്നത്. ഗാന്ധിസം എന്താണ് പറയുന്നത്? ഗാന്ധിസം ഒരു ട്രസ്റ്റിഷിപ്പിനെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യൂസ് ദ പ്രോപ്പർട്ടി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി എന്നാണ് ഗാന്ധിസം പറയുന്നത്. ഗാന്ധിസത്തിൽ യൂസ് പ്രോപ്പർട്ടി ഫോർ ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി. ഓക്കെ, അതാണ് ഗാന്ധിസത്തിൽ വരുന്നത്. പക്ഷേ മാർക്സിസം എന്താണ്? അവർ അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്താണ്? ഒരു ഇക്വാലിറ്റി അച്ചീവ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മാർക്സിസം എന്താണ്? അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യുന്നതിന് ഗാന്ധിസം എന്താണ്? അതിനെ അബോളിഷൻ ചെയ്യാൻ പറയുന്നില്ല. കാരണം പകരം എന്താണ് അവർ പറയുന്നത്? എന്താണ്? സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിക്ക് അതിനെ യൂസ് ചെയ്യുക എന്നാണ് ഗാന്ധിസം പറയുന്നത്. ദെൻ എക്കണോമിക് ഡിറ്റർമിനിസം, മാർക്സിസം എന്താണ്? എക്കണോമിക് ഡിറ്റർമിനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സൊസൈറ്റി ചേഞ്ചിലൂടെ അല്ലെങ്കിൽ ക്ലാസ് റെവല്യൂഷനിലൂടെയൊക്കെ എന്താണ് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗാന്ധിസത്തിൽ എന്താണ്? അവർ എത്തിക്കൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് ആണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. എക്കണോമിക് ഡിറ്റർമിനിസത്തിൽ എന്താണ്? ഒരു എത്തിക്കൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂ, അതെന്താണ്? നമ്മുടെ സോഷ്യൽ ചേഞ്ചസ് കൊണ്ടുവരുമെന്നാണ് ഗാന്ധിസം പറയുന്നത്. സോ രണ്ടുപേരും കോമൺ ആയിട്ട് പറയുന്ന അപ്പോൾ ഏതാണ്? ഫൈനൽ ഗോൾ ഓഫ് എ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയെ പറ്റിയാണ് പറയുന്നത്. സോ അതാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 15. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് അപ്രോപ്രിയേറ്റ് ഫോർ ബ്യൂറോക്രസി. ഇപ്പോൾ ബ്യൂറോക്രസി ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. ഓപ്ഷൻ എ an agency for widening the scope of parliamentary democracy. Option B, an agency for strengthening the structure of federalism. Option C, an agency for facilitating political stability and economic growth. Next, option D, an agency for implementation of public policy. അപ്പോൾ ഇതിൽ ഏതാണ് ബ്യൂറോക്രസി ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ബ്യൂറോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താണ്? ആൻ ഏജൻസി ഫോർ വൈഡനിങ് ദ സ്കോപ്പ് ഓഫ് പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്നത്. നമുക്കറിയാം പാർലമെന്ററി ഡെമോക്രസിയുടെ അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് വൈഡൻ ചെയ്യണത് ആരായിരിക്കും? കൂടുതലും പൊളിറ്റിക്കൽ ആൻഡ് ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, അതൊരു പൊളിറ്റിക്കൽ ഫംഗ്ഷനാണ്, മെയിനായിട്ട് പൊളിറ്റിക്കൽ ആൻഡ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനാണ്. നമുക്കറിയാം ബ്യൂറോക്രസിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലെജിസ്ലേറ്റീവ് ഉണ്ടാകുന്ന നിയമങ്ങളും കാര്യങ്ങളും എന്താണ്? ജനങ്ങളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു ആൻസറിലുണ്ട്. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആൻ ഏജൻസി ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പബ്ലിക് പോളിസി. കാരണം പബ്ലിക് പോളിസി എന്താണ്? ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് ബ്യൂറോക്രാറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചെടുക്കുന്നു, ഓക്കെ, ലെജിസ്ലേറ്റീവ് ചെയ്തെടുക്കുന്നു. സോ അതെന്ത് ചെയ്യുക? ജനങ്ങളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതാണ് ബ്യൂറോക്രാറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇവിടെ ഫസ്റ്റ് പറയുന്നത് വൈഡനിങ് ദ സ്കോപ്പ് ഓഫ് പാർലമെന്റ് ഡെമോക്രസി വരുന്നത് എന്താണ്? അതൊരു പൊളിറ്റിക്കൽ ആൻഡ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ അതൊരിക്കലും എന്താണ് ബ്യൂറോക്രാറ്റ്സ് ചെയ്യത്തില്ല. രണ്ടാമത് പറയുന്നത് എന്താണ്? ആൻ ഏജൻസി ഫോർ സ്ട്രെങ്തനിങ് ദ സ്ട്രക്ചർ ഓഫ് ഫെഡറലിസം. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ഫെഡറലിസം എന്ന് പറയുന്നത് അത് എന്താണ്? ബ്യൂറോക്രസി അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നെങ്കിലും പ്രൈമറി റോൾ എന്താണ്? ഒരിക്കലും അതല്ല. ഓക്കെ, ഫെഡറലിസത്തിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഫെഡറലിസം സ്ട്രെങ്തൻ ചെയ്യുക എന്നല്ല എന്താ ബ്യൂറോക്രസിയുടെ പ്രൈമറി റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ IAS ഓഫീസേഴ്സ് ആയാലും അല്ലെങ്കിൽ IPS ഓഫീസേഴ്സ് അവരെല്ലാം എന്താണ്? ഫെഡറലിസം സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് എന്താണ് അവർ ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ അവർ പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ അതെന്താണ്? അവരുടെ പ്രൈമറി റോൾ അല്ല, അല്ലെങ്കിൽ പ്രൈമറി എയിം അതല്ല. ഓക്കെ, സോ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതല്ല. സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ പറയുന്നത് ആൻ ഏജൻസി ഫോർ ഫെസിലിറ്റേറ്റിംഗ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. സോ അത് എന്താണ്? എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബ്യൂറോക്രസിയെ ചെയ്യുന്നുണ്ട്, പക്ഷേ അതും അവരുടെ പ്രൈമറി ആയിട്ടുള്ള ഇത് വരുന്നില്ല. ഓക്കെ, ഇവിടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും എക്കണോമിക് ഗ്രോത്തും നല്ലൊരു ബ്യൂറോക്രസിയാണ് ഉള്ളതെങ്കിൽ എന്താണ്? അവർ നല്ല രീതിക്ക് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും കൊണ്ടുവരും, അതുപോലെ തന്നെ എന്താണ്? നല്ല എക്കണോമിക് ഗ്രോത്തും കൊണ്ടുവരും. പക്ഷേ എല്ലാ ബ്യൂറോക്രാറ്റ്സും അങ്ങനെ ആവണമെന്നില്ല. സോ അതുകൊണ്ട് എന്താണ്? അതും പ്രൈമറി എയിമായിട്ട് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. ആൻ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പബ്ലിക് പോളിസി. പബ്ലിക് പോളിസീസ് എന്താണ്? ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതെന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എന്തൊക്കെ നിയമങ്ങളാണോ പുതിയ നടപ്പാക്കുന്നത് അതെല്ലാം പബ്ലിക്കിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആരാണ്? ഈ ബ്യൂറോക്രസീസ് ആണ്. ഓക്കെ, സോ അതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16. The preamble to the Constitution of India is a part of the Constitution but has no legal effect, not a part of the Constitution and has no legal effect either, a part of the Constitution and has same legal effects of any other parts, a part of the Constitution but has no legal effect independently of other parts. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാവുന്നതാണ് പ്രിയാമ്പിൾ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പാർട്ടാണ്. സോ പാർട്ട് അല്ലെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യമേ മാറ്റാൻ പറ്റും. നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹാസ് നോ ലീഗൽ എഫക്റ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, റൈറ്റ് ആണ്. ആൻഡ് ഹാസ് ദ സെയിം ലീഗൽ എഫക്റ്റ് ആസ് എനി അതർ പാർട്ട്. മറ്റ് പാർട്ടിനെ പോലെ എന്താണ്? സെയിം ലീഗൽ എഫക്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാർട്ട് 3 ഒക്കെ എടുക്കുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ എടുക്കുന്നത്, അതിന് ഒരുപാട് ലീഗൽ എഫക്ട്സ് ഉണ്ട്. അതുപോലെ എന്താണ്? പ്രിയാമ്പിളിൽ നമുക്ക് ലീഗൽ എഫക്ട്സ് കൊടുക്കാൻ പറ്റത്തില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും അത് വരാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഇതിൽ പറയുന്നതാണ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഹാസ് നോ ലീഗൽ എഫക്റ്റ്, എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഹാസ് നോ ലീഗൽ എഫക്റ്റ് രണ്ടും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ പാർട്സും കൂടെ പറയുന്നുണ്ട്, മറ്റ് പാർട്സിനെ ഇൻഡിപെൻഡൻസും കൂടെ നോക്കുന്നുണ്ട്. സോ ഇതിനെക്കാട്ടി കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, സോ 15ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നമുക്കറിയാം ബെരുബരി യൂണിയൻ കേസ് 1960 ബെരുബരി യൂണിയൻ കേസിൽ 1960 ഈ ഒരു ടൈമിൽ എന്താണ്? പ്രിയാമ്പിളിന് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫ്രെയിമേഴ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം വെച്ചേക്കുന്നത്. അതുകൊണ്ട് എന്താണ്? അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് എന്തിലോട്ട് മാറി? കേശവാനന്ദ ഭാരതി കേസ് വന്നപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് വന്നപ്പോൾ എന്തായി? ഇതെല്ലാം തിരിച്ചു വന്നു. ഓക്കെ, 1973 കേശവാനന്ദ ഭാരതിയിൽ SC എന്ത് ഡിക്ലെയർ ചെയ്തു? പ്രിയാമ്പിൾ എന്തിൻ്റെ പാർട്ടാണ്? ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, 1960 ബെരുബരി യൂണിയൻ കേസിൽ പറഞ്ഞത് എന്താണ്? ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിൻ്റെ ഇതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. സോ അതുകൊണ്ട് എന്താണ്? അത് അത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ആക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അത് കേശവാനന്ദ ഭാരതി കേസിൽ എന്താണ്? തിരുത്തി പറയുകയുണ്ടായി. കാരണം എന്താണ്? പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ആണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഹാസ് നോ ലീഗൽ ഇഫക്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ പാർട്സ്. ഓക്കെ, അതാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് 17. ഗോൾഡ് ട്രെഞ്ച് or reserve trench refers to option A, loan system of the World Bank, option B, one of the operations of a central bank,
Option C, a credit system granted by WTO to its members. Option D, a credit system granted by IMF to its members. അപ്പോൾ ഗോൾഡ് ട്രെഞ്ച് അല്ലെങ്കിൽ റിസർവ് ട്രെഞ്ച് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അഗെയിൻ ഒരു ഫാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഗോൾഡ് ട്രെഞ്ച് അല്ലെങ്കിൽ എന്താണ് റിസർവ് ട്രെഞ്ച് എന്ന് അറിഞ്ഞാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതെന്താണ്? എ ക്രെഡിറ്റ് സിസ്റ്റം ഗ്രാൻഡഡ് ടു IMF to its members ആണ്. ഓക്കെ, സോ പോർഷൻ ഓഫ് മെമ്പർ കൺട്രീസ് കോട്ട വിത്ത് IMF. ഓക്കെ, പെയ്ഡ് ഇൻ റിസർവ് അസെറ്റ്സ്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് ഗോൾഡ് ട്രെഞ്ച് അല്ലെങ്കിൽ റിസർവ് ട്രെഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോർമലി എന്താണ് ട്രഡീഷണലി ഇത് ഗോൾഡിലൊക്കെ ആയിരുന്നു കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ SDR സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സിലും അല്ലെങ്കിൽ എന്താണ് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കറൻസിയിലൊക്കെ എന്താണ് ഇത് ഇപ്പോൾ വയ്ക്കാറുണ്ട്. ഓക്കെ, ട്രഡീഷണലി ഗോൾഡ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. സോ IMFൻ്റെ ഒരു ക്രെഡിറ്റ് സിസ്റ്റമാണ് മെമ്പേഴ്സിന് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് സിസ്റ്റമാണ് എന്ന് പറയുന്നത് ഗോൾഡ് ട്രെഞ്ച് അല്ലെങ്കിൽ റിസർവ് ട്രെഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വേൾഡ് ബാങ്ക് നോക്കിയാൽ എന്താണ്, വേൾഡ് ബാങ്ക് നോർമലി എന്താണ് മിഡിൽ ഇൻകം അല്ലെങ്കിൽ ലോ ഇൻകം കൺട്രീസിന് ലോൺ കൊടുക്കുന്നതാണ് വേൾഡ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. പ്രൊവൈഡ് ലോൺ ടു ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്. ഓക്കെ, ദെൻ വൺ ഓഫ് ദ ഓപ്പറേഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് അതും ഇതിൽ വരുന്നില്ല. പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അത് നമുക്കറിയാം അതെന്താണ് ട്രേഡുമായിട്ട് റിലേറ്റഡുള്ള കാര്യങ്ങളാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് അതും വരുന്നില്ല. അത് ഇൻ്റർനാഷണൽ ട്രേഡ്, നാഷൻസ് തമ്മിലുള്ള ട്രേഡാണ് എന്താ റെഗുലേറ്റ് ചെയ്യുന്നത്. ട്രേഡ് റെഗുലേഷനാണ് അതിൻ്റെ കാര്യം വേൾഡ് ബാങ്ക് പറയുന്നത്. സോ ആൻസർ വരുന്നത് എന്താണ് 17 ഓപ്ഷൻ ഡി ആണ്. ക്രെഡിറ്റ് സിസ്റ്റം ഗ്രാൻഡഡ് ബൈ IMF ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആണ് ഏത് പറയുന്നത് ഗോൾഡ് ട്രെഞ്ച് അല്ലെങ്കിൽ റിസർവ് ട്രെഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് 18. വിത്ത് റെഫറൻസ് ടു ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്. ഓക്കെ, അഗെയിൻ പാർട്ട് 4 റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചത്. നമുക്കറിയാം പാർട്ട് 4 ഏതാണ് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്, ഇവിടെ DPSP പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. They shall be enforceable by courts. They shall not be enforceable by any court. The principle laid down in this part are to influence the making of laws by the states. അപ്പോൾ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ A 1 only, ഓപ്ഷൻ B 2 only, ഓപ്ഷൻ C 1 and 3 only, ഓപ്ഷൻ D 2 and 3 only. നമുക്കറിയാവുന്ന കാര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ ആണ്. പക്ഷേ DPSP എന്ന് പറയുന്നത് എന്താണ്, അത് എൻഫോഴ്സിബിൾ അല്ല. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള കാര്യമാണ് DPSP എന്താണ് എൻഫോഴ്സിബിൾ അല്ലെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, ദേ ഷാൽ ബി എൻഫോഴ്സിബിൾ ബൈ കോർട്ട് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. സോ ഒന്ന് പോകുമ്പോൾ നമുക്ക് 2 only, 2 and 3 only. രണ്ടാമത്തെ കാര്യം അറിയാം, ദേ ഷാൾ നോട്ട് ബി എൻഫോഴ്സിബിൾ ബൈ എനി കോർട്ട്. നമുക്കറിയാം ശരിയാണ്, കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ എന്താണ് DPSP എൻഫോഴ്സ് ചെയ്യാനായിട്ട് കോർട്ടിന് അധികാരമില്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ദെൻ മൂന്നാമത് പറയുന്നത് എന്താണ്, the principles laid down in this part are to influence the making of laws by the state. കാരണം നമുക്കറിയാം പ്രധാനമായിട്ടും DPSPയുടെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ അതാണ് ഇവിടെ അതേപോലെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ ഡി ആണ്. 2 and 3 only ആണ്. ഇപ്പോൾ DPSPയെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ട് 4 വരുന്നു. ആർട്ടിക്കിൾ ഏതൊക്കെയാണ് 35 മുതൽ 36 മുതൽ എന്താണ് 51 വരെ വരുന്നുണ്ട്, 36 വരെ വരുന്നുണ്ട്. പിന്നെന്താണ് ഇത് പറയുന്നത് ഏതാണ്, ആർട്ടിക്കിൾ 37 പറയുന്നുണ്ട്, ദിസ് പ്രിൻസിപ്പിൾ ലേഡ് ഡൗൺ ഇൻ ദിസ് പാർട്ട് ആർ ഇൻഫ്ലുവൻസ് ദ മേക്കിംഗ് ഓഫ് ലോസ് ബൈ ദ സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 37 എന്താണ് ഇത് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റൽ ഇൻ ദ ഗവർണൻസ് ഓഫ് കൺട്രി, അതാണ് എന്ന് പറയുന്നത് DPSPയിൽ പറയുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2 and 3 only ആയിരിക്കും DPSP ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്. അത് എൻഫോഴ്സിബിൾ കോർട്ട് എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. DPSP നമുക്ക് എൻഫോഴ്സിബിൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. According to the Constitution of India, a person who is eligible to vote can be made a minister in a state for 6 months even if he or she is not a member of the legislature of that state. Second statement, according to the Representation of People Act 1951, a person convicted for a criminal offence and sentenced to imprisonment for 5 years is permanently disqualified from contesting an election even after he is released from prison. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, എ പേഴ്സൺ ഹു ഈസ് എലിജിബിൾ ടു വോട്ട്. ഒരു ആൾ എലിജിബിലിറ്റി വോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര വയസ്സാണ്, ഇന്ത്യയിൽ 18 years ആണ് എന്ത് വോട്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. സോ എലിജിബിലിറ്റി ടു വോട്ട് ക്യാൻ ബി മെയ്ഡ് എ മിനിസ്റ്റർ in a state for 6 months even if he is not a member of legislature of the state. സ്റ്റേറ്റിലെ
ലെജിസ്ലേറ്റീവ് മെമ്പർ അല്ലെങ്കിലും എന്താണ് 6 മന്ത്സിനുള്ളിൽ എന്താണ് അവന് അല്ലെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന് എന്താണ് മിനിസ്റ്റർ ആവാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയാണോ? നമുക്കറിയാം എലിജിബിലിറ്റി എന്ന് പറയുന്നത് വോട്ടിങ്ങിനുള്ള എലിജിബിലിറ്റി 18 years ആണ്. പക്ഷേ മെമ്പർ ആവണമെങ്കിൽ അല്ലെങ്കിൽ മെമ്പേഴ്സിന് ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ആണെങ്കിൽ MLA-മാർക്ക് എന്താണ് അവർക്ക് അതിൻ്റെതായ ഏജ് പരിധി ഉണ്ട്. അവർക്ക് മാത്രമേ മന്ത്രിയാവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല 18 years കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മന്ത്രിയാവാനായിട്ട് സാധിക്കത്തില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തെറ്റാണ്. ഓക്കെ, കാരണം നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്താൽ മനസ്സിലാവും 18 വയസ്സല്ല മന്ത്രിയാവാനുള്ള പ്രായം. മന്ത്രിയാവാനുള്ള പ്രായം എന്താണ് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഒരു മിനിസ്റ്റർ അറ്റ്ലീസ്റ്റ് എന്താണ് ലെജിസ്ലേച്ചറിൽ മെമ്പറിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. ക്വാളിഫിക്കേഷൻ ഓഫ് member of the legislature. സോ എന്നിരുന്നാൽ മാത്രമേ അവർക്ക് 6 monthsനുള്ളിൽ എന്താണ് മന്ത്രിയാവാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അക്കോർഡിംഗ് ടു റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ഇൻ 1951 എ പേഴ്സൺ കൺവിക്റ്റഡ് ഓഫ് എ ക്രിമിനൽ ഒഫൻസ് ആൻഡ് സെൻറ്റൻസ്ഡ് ടു ഇംപ്രിസൺമെൻറ്റ് ഫോർ 5 years ഈസ് പെർമനൻ്റ്ലി ഡിസ്ക്വാളിഫൈഡ് ഫ്രം കണ്ടസ്റ്റിംഗ് ആൻ ഇലക്ഷൻ ഈവൻ ആഫ്റ്റർ ഹിസ് റിലീസ് ഫ്രം പ്രിസൺ. ഓക്കെ, പെർമനൻ്റ്ലി ഡിസ്ക്വാളിഫൈഡ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ്. പെർമനൻ്റ്ലി ഡിസ്ക്വാളിഫൈഡ് ആവത്തില്ല. ഓക്കെ, കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ എന്താണ് ആരെങ്കിലും 2 വർഷത്തിൽ കൂടുതൽ സെൻറ്റൻസ് ചെയ്ത ഓക്കെ സോ ഇംപ്രിസൺമെൻറ്റ് ഫോർ 5 years 5 years ആണ് പറയുന്നത്. ക്രിമിനൽ ഒഫൻസ് ആൻഡ് സെൻറ്റൻസ് ടു ഇംപ്രിസൺമെൻറ്റ് ഫോർ 5 years ഈസ് പെർമനൻ്റ്ലി ഡിസ്ക്വാളിഫൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ പെർമനൻ്റ് ആയിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യത്തില്ല. എഗെയിൻ റിലീസ് ആയതിനു ശേഷം എന്താണ് ഒരു 6 വർഷം കൂടി എന്തായിരിക്കും ഡിസ്ക്വാളിഫിക്കേഷൻ കണ്ടിന്യൂ ചെയ്യും. ബട്ട് അത് കഴിഞ്ഞ് വീണ്ടും എന്താണ് ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ പെർമനൻ്റ്ലി ഡിസ്ക്വാളിഫൈ എന്ന് പറയുന്നത് എന്താണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇത് സെക്ഷൻ 8 clause 3 സെക്ഷൻ 8 clause 3 ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. 1951 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന് സെക്ഷൻ 8 clause 3 എന്താണ് പറയുന്നുണ്ട്. എന്താണ് 2 വർഷത്തിൽ കൂടാതെ ഓക്കെ സോ എ പേഴ്സൺ കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ് ആൻഡ് സെൻറ്റൻസ് ടു ഇംപ്രിസൺമെൻറ്റ് ഫോർ നോട്ട് ലെസ് ദാൻ 2 years. ഓക്കെ, 2 വർഷത്തിൽ കൂടാതെയുള്ള ആൾക്കാണെങ്കിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് കൺവിക്ഷൻ this disqualification continues while they are in prison and further period of 6 years after their release. ഓക്കെ, പ്രിസണിലുള്ള ടൈമിലും അതുകൂടാതെ റിലീസ് ആയതിനു ശേഷമുള്ള 6 years മാത്രമേ ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ കണ്ടിന്യൂ ആവത്തുള്ളൂ. അത് കഴിഞ്ഞ് അവർക്ക് എന്താണ് വീണ്ടും കണ്ടസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് ഇതിൽ പ്രായപരിധി ഉണ്ട്. എത്രയാണ് നോർമലി എന്താണ് ഒരു മെമ്പർ ആവണമെങ്കിൽ MLA ആവണമെങ്കിൽ എന്താണ് 25 വയസ്സാണ് ഇന്ത്യയിൽ പ്രായപരിധി എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രായപരിധി വരണം. ആർട്ടിക്കിൾ 173 പറ്റി പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 173. സോ പേഴ്സൻ്റെ ഏജ് എന്താണ് 25 വയസ്സ് ഉണ്ടാവണം. ഓക്കെ, ആ ടൈമിൽ അതാണ് ആർട്ടിക്കിൾ 173 പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ എന്താണ് മെമ്പർ ആവാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ 25 വയസ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് വഴി ആർട്ടിക്കിൾ 164 പ്രകാരം എന്ത് ചെയ്യാനായിട്ട് പറ്റും 6 months മെമ്പർ അല്ലെങ്കിൽ മിനിസ്റ്ററായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് എന്താണ് എലക്ട് ചെയ്ത് എടുത്താൽ മതി. അത് ആർട്ടിക്കിൾ 164 പറയുന്നുണ്ട്. ബട്ട് ആർട്ടിക്കിൾ 173 പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് എന്താണ് 25 വയസ്സെങ്കിലും ആവണം. 25 വയസ്സായാൽ മാത്രമേ നമുക്ക് മെമ്പർ ആവാനായിട്ട് പറ്റുള്ളൂ. ആ മെമ്പറായാൽ മാത്രമേ നമുക്ക് മെമ്പറിൻ്റെ ഒരു എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ, മിനിസ്റ്റർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ആൻസർ വരുന്നത് ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ D ആണ് വരുന്നത്. നെയ്തർ 1 nor 2 ആയിരിക്കും വരുന്നത്. ഓക്കെ, next 20th question. Consider the following statements. The President of India can summon a session of the Parliament at such places as he or she thinks fit. Second statement, the Constitution of India provides 3 sessions of Parliament in a year, but it is not mandatory to conduct all 3 sessions. Third statement, there is no minimum number of days that the Parliament is required to meet in a year. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം the President of India can summon a session of the Parliament at such a place as he or she thinks it fit. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം പ്രസിഡന്റ് എന്താണ് പാർലമെൻറ്റ് സമ്മൺ ചെയ്യാനുള്ള അധികാരമുണ്ട്, റൈറ്റ് ഉണ്ട്. ഓക്കെ, പ്രസിഡന്റിൻ്റെ റൈറ്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ് പ്രസിഡന്റ് ക്യാൻ സമ്മൺ ദ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. സോ അതെന്തായാലും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്?
ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ 3 സെഷൻസ് ഓഫ് എ പാർലമെൻറ്റ് ഇൻ എ ഇയർ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്താണ്? 3 സെഷൻസ്, പാർലമെൻറ്റ് 3 സെഷൻസ് ഒരു വർഷം വേണമെന്ന് പറയുന്നതാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പറയുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എന്താണ്, രണ്ടാമത് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. കാരണം അത് പല കാര്യങ്ങളും എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, സോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം ഒന്നും കൂടെ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ 3 സെഷൻസ് ഓഫ് പാർലമെന്റ് ഇൻ എ ഇയർ ബട്ട് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ടു കണ്ടക്ട് ഓൾ 3 സെഷൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. ഓക്കെ, കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് എന്താണ്, ഒരു വർഷം എന്താണ് എത്ര ടൈമിൽ 3 സെക്ഷൻ ഉണ്ടെന്ന് പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് 2 സെക്ഷനെങ്കിലും എന്താണ് ഒക്കർ ചെയ്യണം. ഓക്കെ, അതായത് 6 മാസത്തിൻ്റെ ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് 2 സെക്ഷൻസ് എങ്കിലും എന്താണ് ഒക്കർ ചെയ്യണം എന്നാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അല്ലാണ്ട് എന്ത് പറയുന്നില്ല, 3 സെക്ഷൻസ് വേണം ഒരു ഇയറിൽ വേണം എന്ന് പറയുന്നില്ല. ഇന്ത്യയുടെ കാര്യത്തിൽ എന്താണ്, നോർമലി നമ്മൾ 3 സെക്ഷൻസ് കൂടുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? മൺസൂൺ, ബഡ്ജറ്റ്, അതുപോലെ വിൻ്റർ സെക്ഷൻ. അങ്ങനെ 3 സെക്ഷൻസ് ഇന്ത്യയിൽ കൂടുന്നുണ്ട്. പക്ഷേ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നില്ല. ഓക്കെ, എന്ന് മാത്രമേ സ്റ്റേറ്റ് ചെയ്യുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 2 സെഷൻസ് മസ്റ്റ് ഒക്കർ ടു കീപ് ദ ഗ്യാപ്പ് അണ്ടർ 6 മന്ത്സ്. ഓക്കെ, 6 മാസത്തിനിടയ്ക്ക് 2 സെക്ഷൻസ് കൂടണം, 6 മാസം കൂടുമ്പോൾ. ഓക്കെ, ആ ഒരു ഗ്യാപ്പിനിടയ്ക്ക് 2 സെക്ഷൻസ് കൂടണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ 3 സെക്ഷൻസ് കൂടുന്നുണ്ട് ഇന്ത്യയിൽ. ഏതൊക്കെയാണ്? മൺസൂൺ സെക്ഷൻ, ബഡ്ജറ്റ് സെക്ഷൻ ആൻഡ് വിൻ്റർ സെക്ഷൻ. അങ്ങനെ 3 സെക്ഷൻസ് ആണ് ഇത് ഇന്ത്യയിൽ കൂടുന്നത്. ദെൻ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും റോങ് ആണ്. അപ്പോൾ 2 എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ പോകും? ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും പോകും. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദർ ഇസ് നോ മിനിമം നമ്പർ ഓഫ് ഡേയ്സ് ദാറ്റ് ദ പാർലമെൻറ്റ് ഈസ് റിക്വയർഡ് ടു മീറ്റ് ഇൻ എ ഇയർ. ഓക്കെ, മിനിമം നമ്പർ ഓഫ് ഡേയ്സിനെ പറ്റി എന്താണ് പറയുന്നില്ല. സോ അത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദർ ഇസ് നോ മിനിമം നമ്പർ ഓഫ് ഡേയ്സ് ദാറ്റ് പാർലമെൻറ്റ് ഈസ് റിക്വയർഡ് ടു മീറ്റ് ഇൻ എ ഇയർ. അത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ മിനിമം നമ്പറിനെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അപ്പോൾ ഏതായിരിക്കും? 1 അതുപോലെ 3 ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 1 and 3 ആണ് റൈറ്റ് ആൻസർ. ഒന്നാമത് പറയുന്നത് എന്താണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ സമൺ എ സെഷൻ ഓഫ് ദ പാർലമെന്റ്. അതുപോലെ തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദർ ഇസ് നോ മിനിമം നമ്പർ ഓഫ് ഡേയ്സ് ദാറ്റ് ദ പാർലമെന്റ് ഈസ് റിക്വയർഡ് ടു മീറ്റ് ഇൻ എ ഇയർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. 6 മാസത്തിലേക്ക് 2 പ്രാവശ്യമുണ്ട്. 6 മാസത്തിൻ്റെ ഗ്യാപ്പിൽ 2 സെക്ഷനാണ് കൂടേണ്ടത്. ഇന്ത്യയിൽ മൺസൂൺ സെഷൻ, ബഡ്ജറ്റ് സെഷൻ, അതുപോലെ തന്നെ എന്താണ് വിൻ്റർ സെക്ഷൻ കൂടുന്നുണ്ട്. ഓക്കെ, സോ അതാണ് 20th ക്വസ്റ്റ്യൻ പറയുന്നത്. നെക്സ്റ്റ് 21. With reference to history of India, consider the following pairs. Okay, Aurang, in charge of treasury of the state. Baniyan, Indian agent of the East India Company. Mirasidar, designated revenue payers of the state. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെഡീവൽ ഇന്ത്യ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പേരുകൾ അറിഞ്ഞിരിക്കണം. മെഡീവൽ ഇന്ത്യയിൽ ഇതുപോലെ ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേരൊക്കെ എന്താണ് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. എസ്പെഷ്യലി ഫ്രം ദ വിജയനഗര എംപയർ, അതുപോലെ നമ്മളെ ഏതാണ് മുഗൾ എംപയർ. ഓക്കെ, ഇത് രണ്ടിൽ നിന്ന് എന്താണ് പ്രത്യേകിച്ച് നോക്കി വയ്ക്കുക. കാരണം ഇത് UPSCയുടെ ഇഷ്ടപ്പെട്ട ഒരു ഫേമസ് ആയിട്ടുള്ള ഏരിയയാണ്. ഓക്കെ, UPSC ഫേവറേറ്റ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അത് ജസ്റ്റ് എന്തായാലും നോക്കി വയ്ക്കുക. ഏതൊക്കെയാണ് വിജയനഗര എംപയർ, അതുപോലെ എന്താണ് മുഗൾ എംപയർ. ആ ടൈമിലുണ്ടായിരുന്ന കുറച്ച് വേർഡ്സ് കാര്യം. പിന്നെ ഇതുപോലെ എന്താണ് പ്രീഗുപ്ത, അതുപോലെ ഗുപ്ത പീരീഡ്, ആ ഒരു ടൈമിലുള്ളതും കൂടെ ജസ്റ്റ് നോക്കി വയ്ക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, വിത്ത് റെഫറൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. ഔറംഗ്, ഇൻ ചാർജ് ഓഫ് ട്രഷറി ഓഫ് ദ സ്റ്റേറ്റ്. ബനിയൻ, ഇന്ത്യൻ ഏജന്റ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. മീരാസിദാർ, ഡെസിഗ്നേറ്റഡ് റവന്യൂ പേഴ്സ് ടു ദ സ്റ്റേറ്റ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഈ 2ഉം 3ഉം മാത്രമാണ് റൈറ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റിനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഔറംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇൻ ചാർജ് ഓഫ് ട്രഷറി ഓഫ് ദ സ്റ്റേറ്റ് അല്ല. ഓക്കെ, സോ ഔറംഗ് എന്ന് പറയുന്നത് ഒരു വെയർ ഹൗസ് ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയുള്ള, റെഫറിങ് ടു എ വെയർ ഹൗസ് ഓർ എ വർക്ക്ഷോപ്പ് വെയർ ഗുഡ്സ് മാനുഫാക്ചർഡ് ഓർ കളക്റ്റഡ് ബിഫോർ എക്സ്പോർട്ടഡ്. ഓക്കെ, സോ ഔറംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ വെയർ ഹൗസ് ആണ്. നോട്ട് ഇൻ ചാർജ് ഓഫ് ട്രഷറി ഓഫ് ദ സ്റ്റേറ്റ്, ഇറ്റ്സ് എ വെയർ ഹൗസ് ആണ് ഔറംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻ ചാർജ് ഓഫ് ട്രഷറി ഓഫ് ദ സ്റ്റേറ്റ് അതിനെ പറയുന്ന പേരെന്താണ്? നോർമലി പോഡാർ, PODDAR. ഓക്കെ, പോഡാർ അല്ലെങ്കിൽ കസാന്താർ എന്നും പറയാറുണ്ട്. കസാന്താർ, പോഡാർ അല്ലെങ്കിൽ കസാന്താർ. ഓക്കെ, സോ അതാണ് ഇൻ ചാർജ് ഓഫ് ട്രഷറി ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പോഡാർ ഓർ കസാന്താർ. ഔറംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെയർ ഹൗസ് ആണ്. ഓക്കെ, വെയർ ഹൗസ് ടു കളക്ട്, വെയർ ഹൗസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പാണ് ഗുഡ്സ് മാനുഫാക്ചർഡ് ഓർ കളക്റ്റഡ് ബിഫോർ ബീങ് എക്സ്പോർട്ടഡ്. ഓക്കെ, എക്സ്പോർട്ടിന് മുമ്പായിട്ട് കളക്ട് ചെയ്യുന്ന ഒരു പ്ലേസ്. ഓക്കെ, അതെന്താണ് ഒരു ഫിസിക്കൽ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ആണ് ഔറംഗ് എന്ന് പറയുന്നത്. അപ്പോൾ
ദെൻ ബനിയൻ പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഏജന്റ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ബനിയൻ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ആണ് അവർ നോർമലി. ദെൻ മിരാസിദാർ പറയുന്നത് എന്താണ്? ഡെസിഗ്നേറ്റഡ് റവന്യൂ പേയേഴ്സ് ടു ദ സ്റ്റേറ്റ് ആണ്. ഓക്കെ, എസ്പെഷ്യലി ഇതെന്താണ്? ഹെറിഡിറ്ററി ലാൻഡ് ഹോൾഡേഴ്സ് ആണ്. എവിടെയാണ് കൂടുതൽ? പ്രൈമറി സൗത്ത് ഇന്ത്യയിലാണ് വരുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഹെറിഡിറ്ററി ലാൻഡ് ഹോൾഡേഴ്സ് ആണ്. ഓക്കെ, സോ അതാണ് മിരാസിദാർ വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 and 3 ഓൺലി ആയിരിക്കും. ഔറംഗ് എന്ന് പറയുന്നത് വെയർ ഹൗസ് ആണ്. ഓക്കെ, നോട്ട് ഇൻ ചാർജ് ഓഫ് ദ ട്രഷറി ഓഫ് ദ സ്റ്റേറ്റ്. ഇൻ ചാർജ് ഓഫ് ദ ട്രഷറി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? പോഡാർ അല്ലെങ്കിൽ ഖസാന്താർ ആണ്. ഓക്കെ, സോ അതാണ് 21st ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 and 3 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് 22. വിത്ത് റെഫറൻസ് ടു റിലീജിയസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്ഥവിരവാദിൻസ് ബിലോങ് ടു മഹായാന ബുദ്ധിസം. Second one, Lokottarawadin sect was an offshoot of Mahasangika sect of Buddhism. Third one, the deification of Buddha by Mahasangikas fostered the Mahayana Buddhism. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 1 and 2 ഓൺലി, ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 3 ഓൺലി, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം സ്ഥവിരവാദൻസ് എന്ന് പറയുന്നത് ഏതിൻ്റെ കീഴിലാണ്? മഹായാന ബുദ്ധിസത്തിലല്ല വരുന്നത്. സ്ഥവിരവാദൻസ് വരുന്നത് ഏത് ബുദ്ധിസത്തിലാണ്? ഹീനയാന ബുദ്ധിസത്തിലാണ് വരുന്നത്. ഓക്കെ, സ്ഥവിരവാദൻസ് എന്ന് പറയുന്നത് തേരാവാദത്തിലാണ് വരുന്നത്. തേരാവാദ ബുദ്ധിസം അത് ഏതിന് കീഴിലാണ് വരുന്നത്? ഹീനയാന ബുദ്ധിസം. ഓക്കെ, സോ ഇവിടെ മഹായാനാണ് പറയുന്നത്. മഹായാന അല്ല, പകരം ഏതാണ്? ഹീനയാനാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റ് ആയിരിക്കും, കാരണം രണ്ടിലും വരുന്നുണ്ട്. ഡെയിഫിക്കേഷൻ ഓഫ് ബുദ്ധ ബൈ മഹാസംഗികാസ് ഫോസ്റ്റേഴ്സ് ദ മഹായാന ബുദ്ധിസം, അതപ്പോൾ ശരിയാണ്. അതുപോലെ എന്താണ്? ലോകോത്തർവാദിൻ സെക്ട് വാസ് ആൻഡ് ഓഫ് ഷൂട്ട് ഓഫ് മഹാസംഗിക സെക്ട് ഓഫ് ബുദ്ധിസം, അതും എന്താണ്? ശരിയാണ്. ലോകോത്തർവാദിൻ സെക്ട് എന്ന് പറയുന്നത് എന്താണ്? മഹാസംഗിക സെക്ട് ഓഫ് ബുദ്ധിസത്തിൻ്റെ ഒരു ഓഫ് ഷൂട്ടാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ബുദ്ധിസം ജൈനിസം എന്താണ്? ബുദ്ധിസം അതുപോലെ എന്താണ്? ജൈനിസം. അപ്പോൾ അതിൽ സെക്റ്റുകൾ അതുപോലെ അവരുടെ ടീച്ചിങ്സ് കാര്യങ്ങളെല്ലാം എന്താണ് നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബുദ്ധിസം ആയാലും ജൈനിസം ആയാലും, ആൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്നായാലും അതുപോലെ ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നായാലും എന്താണ് ബുദ്ധിസം ജൈനിസം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ജസ്റ്റ് നോക്കി വയ്ക്കുക. അതിൻ്റെ സെക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. എന്തൊക്കെയായിരുന്നു രണ്ടുപേരുടെ ഐഡിയോളജി കാര്യങ്ങളെല്ലാം എന്താണ് ജസ്റ്റ് നോക്കി പോവുക ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 2 and 3 ഓൺലി ആയിരിക്കും. ഫസ്റ്റ് എന്താണ്? സ്ഥവിരവാദൻസ് എന്ന് പറയുന്നത് മഹായാന ബുദ്ധിസത്തിലല്ല, പകരം എന്താണ്? ഹീനയാന ബുദ്ധിസത്തിലാണ് വരുന്നത്. ഓക്കെ, കെയിം അണ്ടർ ദ തേരാവാദ ബുദ്ധിസം. ഓക്കെ, ദെൻ ലോകോത്തരവാദൻ സെക്ട് എന്ന് പറയുന്നത് മഹാസംഖ്യ സെക്ടിൻ്റെ ഒരു സബ്സെക്റ്റ് ആണ്. ഓക്കെ, അതപ്പോൾ ശരിയാണ്. ലോകോത്തരവാദം എന്ന് പറയുന്നത് മഹാസംഖ്യ സെക്ടിൻ്റെ സബ്സെക്റ്റ് ആണ് വരുന്നത്. ദെൻ ദ ഡീഫിക്കേഷൻ ഓഫ് ബുദ്ധ ബൈ മഹാസംഖ്യാസ് ഫോസ്റ്റേഴ്സ് ദ മഹായാന ബുദ്ധിസം, അതും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 and 3 ഓൺലി ആയിരിക്കും. ബാക്കി സ്റ്റേറ്റ്മെന്റുള്ള ബാക്കി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. സ്ഥവിരവാദൻസ് തേരാവാദ ബുദ്ധിസത്തിലാണ്, അത് ഹീനയാന ബുദ്ധിസത്തിന്റെ പാർട്ടാണ്. ഓക്കെ, സോ അതാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Which of the following statements correctly explain the impact of Industrial Revolution on India during the first half of the 19th century? Okay, option A, Indian handicraft were ruined. Option B, machines were introduced in the Indian textile industry in large numbers. Option C, railway lines were laid in many parts of the country. Option D, heavy duties were imposed on the imports of British manufacturers. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് 19th സെഞ്ചുറി. ഓക്കെ, ഫസ്റ്റ് ഹാഫ് ഓഫ് 19th സെഞ്ചുറിയിലെ ഇമ്പാക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണം. നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഏതെങ്കിലും. ഓപ്ഷൻ ഡി നോക്കി, ഹെവി ഡ്യൂട്ടീസ് വെയർ ഇമ്പോസ്ഡ് ഓൺ ദ ഇമ്പോർട്ട്സ് ഓഫ് ബ്രിട്ടീഷ് മാനുഫാക്ചേഴ്സ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവരുന്ന സാധനത്തിന് ഹെവി ഇമ്പോർട്ട് ഡ്യൂട്ടി കൊണ്ടുവന്നാണ് പറയുന്നത്. നമുക്ക് നോർമലി അറിയാവുന്ന കാര്യമാണ്, അവർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഒരിക്കലും അവരുടെ നഷ്ടത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാറില്ല. ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒന്നിക്കും എന്തായിരിക്കും ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ സീറോ ആക്കുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്. അല്ല അവർ ഹെവി ഇമ്പോർട്ട് ഡ്യൂട്ടി എന്താണ് അവരുടെ ഉൽപ്പന്നത്തിന് കൊടുക്കാറില്ല. അത് നമുക്ക് ലോജിക്കലി നമുക്ക് നോക്കുമ്പോൾ എന്താണ് തെറ്റാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഹെവി ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എല്ലാം മറിച്ച് എന്തായിരിക്കും? സീറോ ഇമ്പോർട്ട് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ എന്താണ് ലോ ഇമ്പോർട്ട് ഡ്യൂട്ടിയോ ആയിരിക്കും. സോ അത് തെറ്റാണ്. ദെൻ റെയിൽവേ ലൈൻസ് വെർ ലേഡ് ഇൻ മെനി പാർട്സ് ഓഫ് ദ കൺട്രി. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിൽ ഫസ്റ്റ് റെയിൽവേ വന്നത് എന്താണ്? ബോംബെ താനെ റെയിൽവേ ആണ്. അത് ഏത് വർഷമാണ്? 1853 കൊണ്ടുവന്നത്. ഓക്കെ, 1853 ഫസ്റ്റ് റെയിൽവേ കൊണ്ടുവന്നത് തന്നെ. ഓക്കെ, അതുപോലെ എന്താണ് അത് ഒരുപാട് എക്സ്പാൻഷൻ ആയത് 1860 ശേഷമാണ് റെയിൽവേസ് കൂടുതൽ എക്സ്പാൻഡ് ആവാൻ വേണ്ടി തുടങ്ങിയത്. സോ അതുകൊണ്ട് തന്നെ ഇത് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഹാഫ് ഓഫ് 19th സെഞ്ചുറി ആണ്. അതായത് 1800
1850 കാലഘട്ടം എന്ന് പറയുന്നത്. സോ ഇവിടെ 1860 അല്ലെങ്കിൽ 1853 ഫസ്റ്റ് ഇത് വന്നതാണ്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റോങ് ആക്കാം. ദെൻ മെഷീൻസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ലാർജ് നമ്പർ. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോൾ എന്താണ് ഇന്ത്യയിൽ മെഷീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം അവർ ആദ്യം എന്താണ് ചെയ്തത്, ബ്രിട്ടനിൽ ഇതുപോലെ മെഷീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഇവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് കൊണ്ടുപോയി അവിടെ നിന്ന് ചീപ്പായിട്ട് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നാൽ അതെന്താണ് ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കുകയാണ് ചെയ്തത്. സോ അതുകൊണ്ട് എന്താണ് മെഷീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. മെഷീൻസൊക്കെ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫസ്റ്റ് ഒരു കോട്ടൺ മില്ല്, സക്സസ്ഫുൾ കോട്ടൺ മില്ല് ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് 1854 1854 കോട്ടൺ മില്ല് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ പറയുന്ന ആൻസർ ഏതാണ്, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് റോയിൻഡ്. സോ അതാണ് റൈറ്റ് ആൻസർ പറയുന്നത്. കാരണം ഇന്ത്യയിൽ എന്താണ് അവിടെ ബ്രിട്ടീഷുകാരുടെ അവിടെ എന്താണ് ഒരുപാട് എന്ത് വന്നു, മെഷീൻസ് വന്നു. മെഷീൻസ് വന്നതിൻ്റെ ഫലമായിട്ട് അവർ ചീപ്പായിട്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് എന്താണ് റോയിൻഡ് ആവേണ്ടി തുടങ്ങി. അതുവരെ എന്താണ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റിന് ബ്രിട്ടനിൽ ഒരുപാട് വാല്യൂ ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എന്ത് ചെയ്തു, നോർമലി ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് റോയിൻഡ് ആകാൻ തുടങ്ങി. സോ ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് റോയിൻഡ് ആണ്. ഓക്കെ, എന്തിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫസ്റ്റ് ഹാഫ് ഓഫ് 19th സെഞ്ചുറിയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഫലമായിട്ടുണ്ടായ കാര്യമാണ് ഏത്, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് റോയിൻഡ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 24. കൺസിഡർ ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഫസ്റ്റ് വൺ, റൈസ് ഓഫ് പ്രതിഹാര അണ്ടർ കിങ് ഭോജ. Second statement, establishment of Pallava power under Mahendravarman first. Third, establishment of Chola power by Parantaka first. നാലാമത്തത് പാല ഡൈനസ്റ്റി ഫൗണ്ടഡ് ബൈ ഗോപാല. സോ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരുന്നത്. നമുക്കറിയാം എന്തായാലും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ, കാരണം ക്രോണോളജി ആയിട്ട് റിലേറ്റ് ആയിട്ടാണ്. ഫസ്റ്റ് പറയുന്നത് ഏതാണ്, റൈസ് ഓഫ് പ്രതിഹാര കിങ് അണ്ടർ കിങ് ഭോജ എന്ന് പറയുന്നത് അത് ഏത് ടൈമിലാണ്, 836 885 ടൈമിലാണ്. ഓക്കെ, CE 836 885 വരുന്നത്. ഓക്കെ, സോ ഗുർജര പ്രതിഹാരയിലെ ഒരു പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു പറയുന്നത് കിങ് ഭോജ എന്ന് പറയുന്നത്. ഗുർജര പ്രതിഹാര. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പല്ലവ പവർ അണ്ടർ മഹേന്ദ്രവർമ്മൻ 1. അത് ഏത് ടൈമിലായിരുന്നു, 600 630 CE-യിലായിരുന്നു. CE 600 630. ഓക്കെ, 600 to 630 ആണ്. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ചോള പവർ ബൈ പരന്തക ഫസ്റ്റ്. അത് ഏത് ടൈമിലായിരുന്നു, 907 to 955 CE ആയിരുന്നു. 955 CE. ദെൻ ഫൈനലി വരുന്നത് ഏതാണ്, പാല ഡൈനസ്റ്റി ഫൗണ്ടഡ് ബൈ ഗോപാല. ഏത് ടൈമായിരുന്നു, 750 CE ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ഏറ്റവും കുറവ് ഏതായിരുന്നു, സെക്കൻഡ് കൊണ്ടാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പല്ലവ പവർ അണ്ടർ ദ മഹേന്ദ്രവർമ്മൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് പാല ഡൈനസ്റ്റി. സോ 2, 4 വരുന്ന ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, 2, 4, 1, 3. ഓക്കെ, 2 ഫസ്റ്റ് വരുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പല്ലവ പവർ അണ്ടർ മഹേന്ദ്രവർമ്മൻ, CE 600 to 630 ആണ്. സെക്കൻഡ് വരുന്നത് പാല ഡൈനസ്റ്റി ഫൗണ്ടഡ് ബൈ ഗോപാല, 750 CE-യിലാണ് വരുന്നത്. തേർഡ് വരുന്നത് റൈസ് ഓഫ് പ്രതിഹാരസ് അണ്ടർ കിങ് ഭോജ, 886 to 885 ആ ടൈം പീരീഡിലാണ് വരുന്നത്. ഫൈനലി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ചോള പവർ ബൈ പരന്തക 1, അത് CE 907 to 955 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ ജസ്റ്റ് നോക്കി നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിങ്ഡംസ് ഒക്കെ വന്ന ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ആ ഒരു ടൈം എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. സോ ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Which of the following phrases defines the nature of Hundi generally refers to the sources of post Harsha period? സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പോസ്റ്റ് ഹർഷ പീരീഡിലും ഹർഷ പീരീഡിലും അതുപോലെ തന്നെ ഗുപ്ത പീരീഡിലൊക്കെ വരുന്ന വേർഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് നോക്കി വയ്ക്കാം. അപ്പോൾ ഹുണ്ടി എന്താണ് പറയുന്നത്, ഹുണ്ടി എന്നുള്ള ടേം എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. An advisory issued by the king to his subordinates, a diary to be maintained for daily accounts, a bill of exchange, an order from the feudal lord to his subordinates. അപ്പോൾ ഇതിൽ ഏതാണ് ഹുണ്ടി എന്ന് പറയുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കില്ലേ അഡ്വൈസറി ഇഷ്യൂഡ് ടു ദ കിങ് ടു ഹിസ് സബോർഡിനേറ്റ്സ്, ഇത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഫർമാൻസ് എന്ന് പറയുന്നത്. ഫർമാൻ ഇത് നമ്മൾ ചിലപ്പോൾ കേട്ടുള്ള വേർഡായിരിക്കും, കാരണം ഫർമാൻ കൊടുത്തു എന്നൊക്കെ നമ്മൾ എന്താണ് ബുക്സൊക്കെ വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ എന്തായാലും അതല്ലെന്ന് നമുക്ക് മനസ്സിലായി. ദെൻ എ ഡയറി ടു ബി മെയിൻറ്റെയിൻഡ് ഫോർ ഡെയിലി അക്കൗണ്ട്സ് ആണ് പറയുന്നത്. ഇത് പറയുന്നത് ഏതാണ്, ബഹി ഖത്സ എന്നാണ് പറയുന്നത്. ഓക്കെ, ബഹി ഖത്താസ്. ഓക്കെ, ബഹി ഖത്താസ് അല്ലെങ്കിൽ ഇതിന് റോസ് നംചാസ് എന്ന് പറയുന്നുണ്ട്.
നെക്സ്റ്റ് വരുന്നത് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിനാണ് എന്തെന്ന് പറയുന്നത്, ഹുണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് വരുന്നത്. ആൻഡ് ഓർഡർ ഫ്രം ദ ഫ്യൂഡൽ ലോ ടു ഇറ്റ് സബോർഡിനേറ്റ്സ്, അതിന് പറയുന്നത് സനാത്സ് എന്നാണ് പറയുന്നത്. സനാത്സ് ആണ് ആൻഡ് ഓർഡർ ഫ്രം ദ ഫ്യൂഡൽ ലോ ടു ഇറ്റ് സബോർഡിനേറ്റ്സ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഹുണ്ടി എന്ന് പറയുന്നത് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, സോ അതും ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമുക്ക് അറിഞ്ഞാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ജസ്റ്റ് ബാക്കി ഒന്ന് നോക്കി വയ്ക്കുക. ആൻഡ് അഡ്വൈസറി ഇഷ്യൂഡ് ബൈ ദ കിങ് ടു ഹിസ് സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഫർമാൻ ആണ്. അതുപോലെ ഡയറി ടു ബി മെയിൻറ്റൈൻഡ് ഫോർ ഡെയിലി അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ബഹി ഖത്താസ് അല്ലെങ്കിൽ റോസ് നംചാസ് എന്നാണ്. ദെൻ ആൻഡ് ഓർഡർ ഫ്രം ദ ഫ്യൂഡൽ ലോ ടു ഹിസ് സബോർഡിനേറ്റ്സ് വരുന്നത് സനാട്സ് ആണ്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ്, 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത സെക്ഷനിൽ ഇടുന്നതായിരിക്കും. Okay, anyway, thank you. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 9094485485 Trivandrum.